സ്നേഹമുള്ളവരെ, 124ാമത് സ്നേഹസംഗമത്തിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഏതൊരു പ്രോഗ്രാമിൻ്റെയും തുടക്കം പ്രാർത്ഥനാഗാനം ആണല്ലോ. ഇന്നത്തെ പ്രാർത്ഥനാഗാനം ആലപിക്കുന്നത് ജേസൺ കൊരട്ടി. ജേസൺ ചേട്ടനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. തിന്മയ്ക്കായൊന്നും ഭവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. തിന്മയ്ക്കായൊന്നും ഭവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും. നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ, കരുതിയ കരുതൽ നനച്ചിടുമ്പോൾ. നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ, കരുതിയ കരുതൽ നനച്ചിടുമ്പോൾ. സ്തുതിക്കുവാനായിരം നാവു പോരായേ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. സ്തുതിക്കുവാനായിരം നാവു പോരായേ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും. നീ മാത്രമൻ ദൈവമെന്നും. അടുത്തതായി സ്വാഗതം ആശംസിക്കുക എന്നതാണ്. സ്വാഗതം പറയുന്നതിന് വേണ്ടി കുമാരി സിമിൽ സെബാസ്റ്റ്യനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചയും നടത്തി വരുന്ന സ്നേഹസംഗമത്തിന്റെ 124ാമത് സ്നേഹസംഗമം ഇന്നിവിടെ ആരംഭിക്കുകയാണ്. ഈ സ്നേഹസംഗമത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ദർശന ക്ലബ് ഡയറക്ടർ റെവറൻഡ് ഫാദർ സോളമൻ കളമ്പാട്ടുപറമ്പിൽ CMI അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് റെവറൻഡ് ഫാദർ സാൻഡോ മംഗളൻ അച്ഛനാണ്. അച്ഛൻ സാഗർ രൂപതയിലുള്ള അച്ഛനാണ്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ നിതിൻ KN ആണ്. സാറ് ജനമൈത്രി പോലീസ് ഓഫീസറാണ്. പാവറട്ടി സ്റ്റേഷനിലെ. സാറിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദർശന ക്ലബ്സ് PRO ശ്രീ പിയൂസ് KPയെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദർശന ക്ലബ് പ്രസിഡന്റ് ശ്രീ ഷിബിൻ ഹാരിയെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദർശന ക്ലബ് സെക്രട്ടറി കുമാരി ജോലന TSനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ
സ്നേഹസംഗമം അവതരണം ചെയ്യുന്ന ശ്രീ ലിജോ ജോസ് തിരുവമ്പാടിയെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനാ ഗാനം ആലപിക്കാനായിട്ട് എത്തിയിരിക്കുന്ന ശ്രീ ജെയ്സൺ കൊരട്ടിയെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ശ്രീ ജോസ് കൊരട്ടിയെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നന്ദി പറയാനായിട്ട് എത്തിയിരിക്കുന്ന ശ്രീ സജീവ് അടിമാലിയെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ സ്നേഹസംഗമത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ഗ്രൂപ്പ് അംഗങ്ങളെയും ഒരിക്കൽ കൂടി ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അടുത്തതായി റിപ്പോർട്ട് അവതരിപ്പിച്ച് ഗ്രൂപ്പിലെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ജോസ് കുരട്ടിയെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 2017 ഡിസംബർ 10 ദർശന ക്ലബ്ബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19 ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ മുഖ്യമായും ഭിന്നശേഷിക്കാരുടെ സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടിയും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിക്കറ്റിന് വേണ്ടി കാഴ്ചപരിമിതരുടെ 3 ടീമുകൾ, പൂർണ്ണ കാഴ്ചപരിമിതരുടെ 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ചപരിമിതരുടെ 2 ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു. കാഴ്ചപരിമിതരുടെ ശിങ്കാരിമ്പൻ ടീം, ഓർക്കസ്ട്ര ടീം, അവരുടെ തന്നെ ഫ്യൂഷൻ ടീം, നാടൻ പാട്ട് എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കൂടാതെ കാഴ്ചപരിമിതർക്ക് വേണ്ടിയുള്ള ചെസ് ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ചപരിമിതർക്കും ചലനപരിമിതർക്കും ഉയരമുറവുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലനപരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് കാഴ്ചപരിമിതർക്ക് പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും പുതിയ വളർത്തിക്കൊണ്ട കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു. മത്സരത്തിൽ പങ്കെടുത്ത വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് ചലനപരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയിലൂടെ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണ്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കും ചെയ്യുന്ന ഗ്രൂപ്പാണ്. ദർശന ലിറ്റിൽ ബ്രദർ ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണ് ഇത്. ഇതിലൂടെ അവരുടെ മാനസിക ശാരീരിക വേദനകൾ പരസ്പരം പങ്കുവയ്ക്കുവാനും കലാകായിക വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധ പതിപ്പിക്കാനും വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. മാർഗദർശികളുടെ കൂട്ടായ്മ ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികൾ എന്ന അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ കാഴ്ചപരിമിതരും ചലനപരിമിതരും ഉയരമുദ്ധരുമായിട്ടുള്ള 436 വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഓഫ് സോറസ് വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കുന്നതിനും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്കും വിദ്യാഭ്യാസത്തിന് വേണ്ട സാമ്പത്തികമായി സഹായം നൽകുന്നതിനും ഈ ഗ്രൂപ്പുകൾ തയ്യാറാകുന്നു. ഏദൻ ഗ്രൂപ്പ് മക്കളില്ലാത്ത ദമ്പതികളുടെ കൂട്ടായ്മയാണ് ഏദൻ ഗ്രൂപ്പ്. മക്കളില്ലാത്തതിന്റെ വിഷമം മൂലം വേദന അനുഭവിക്കുകയും തിരസ്കരണം നേടുകയും ചെയ്യുന്ന ദമ്പതികൾ ഒത്തൊരുമിച്ച് പരസ്പരം വിഷമതകൾ പങ്കുവയ്ക്കുവാനും സാമൂഹിക പ്രവർത്തനങ്ങളുടെ കർമ്മനിരതരാകാനും ഈ ഗ്രൂപ്പുകൾ തയ്യാറാകുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ക്ലബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനമായ ചാനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 7000-ൽ പരം സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്. ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാരുടെ കലാവാസനകൾ പ്രകടമാക്കുന്നതിനും കനവെന്ന പ്രോഗ്രാം, ആത്മീയമായി ഉന്നമനത്തിനുള്ള ധ്യാനങ്ങൾ, ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നടത്തി വരുന്നു. പഠനകളരി കമ്പ്യൂട്ടർ പഠിക്കുന്നതിന് വേണ്ടി റീടേക്ക് എന്ന വാട്സപ്പ് ഗ്രൂപ്പും ഇന്നത്തെ ആധുനിക രീതിയിൽ കണക്കിനെ പറ്റി അറിയുന്നതിന് കണക്കറിവെന്ന വാട്സപ്പ് ഗ്രൂപ്പും PSC പഠിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളും ചെയ്തു വരുന്നു. കൂടാതെ വർഷത്തിലൊരിക്കൽ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഭിന്നശേഷിക്കാർക്ക് വേണ്ടി അത്ലറ്റ് മീറ്റും വീൽചെയർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വടംവലി മത്സരവും നടത്തി വരുന്നു. ഭിന്നശേഷിക്കാർക്ക് വിനോദ യാത്രകളും ഉപജീവനാർത്ഥം സ്വയം തൊഴിലിനു വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്നതിന് സുമനസ്സുകളായ വ്യക്തികളുടെ ദർശന സർവീസ് സൊസൈറ്റി, ദർശന എന്ന ഫ്രണ്ട്സ് ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മകവുമായ ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതിനും വേണ്ട ഒരു ഉപദേശ സമിതിയും പ്രവർത്തിച്ചു വരുന്നു. സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചകളും ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഓൺലൈനിലൂടെ സ്നേഹസംഗമം കൂട്ടായ്മ നടത്തി വരുന്നു. 60-ൽ പരം വ്യക്തികൾ ഗൂഗിൾ മീറ്റിംഗിൽ നടത്തപ്പെടുന്ന ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്നു. മത നേതാക്കന്മാരുടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷൻ ക്ലാസുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പറ്റി പരിചയപ്പെടുത്തലും സമൂഹത്തിന്റെ മുൻനിരയിലുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു. റിപ്പോർട്ട്. സ്നേഹമുള്ളവരെ,
21/10/2023 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ്ബ് ഡയറക്ടർ ബഹുമാനപ്പെട്ട റവറന്റ് ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMAയുടെ അധ്യക്ഷതയിൽ ചേർന്ന 123ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട് അവതരണം ശ്രീമതി അശ്വതി സോമൻ. പ്രാർത്ഥനാഗാനം ശ്രീമതി രഞ്ജിനി അനീഷ്. സ്വാഗതം ശ്രീമതി ഏഞ്ചൽ മേരി കൊല്ലം. റിപ്പോർട്ട് ശ്രീ ലിജോ കോഴിക്കോട്. തുടർന്ന് സോളമനച്ചന്റെ വാക്കുകൾ. സ്നേഹം നിറഞ്ഞ അച്ഛ, വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഡാർഫിലാണ്. 10 കുട്ടികൾ പരിശീലനം നടത്തുന്നു. ഈ സ്നേഹസംഗമത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. യോഗം ഉദ്ഘാടനം എത്തിച്ചേർന്നത് ഗോതമംഗലം ജീവ മിൽസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറന്റ് ഫാദർ ജോസ് മൂർക്കാട്ടിൽ അച്ഛനായിരുന്നു. ഈ 123ാം സ്നേഹസംഗമത്തിലേക്ക് വിളിച്ചതിന് നന്ദി. സിനി വഴിയാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ എത്തിച്ചേർന്നത്. ഗോതമംഗലത്ത് ജീവ മിൽക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഗ്രൂപ്പ് മീറ്റിംഗ് 1, 2, 3 തലത്തിലുള്ളവരാണ്. ഒക്ടോബർ 25 ഡാർഫിൽ ഡേയുടെ എല്ലാ മംഗളങ്ങളും നേരുന്നു. നാം നമ്മളെ അറിയുക, നമ്മുടെ കഴിവുകളെ മറ്റുള്ളവർക്ക് നന്മയാക്കി മാറ്റുക. നമ്മുടെ ജീവിതം മുന്നേറിക്കൊണ്ടിരിക്കണം. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. മുഖ്യാതിഥി തൊടുപുഴ AEO ശ്രീമതി ഷീബ മുഹമ്മദ് അവർകളായിരുന്നു. ബഹുമാനപ്പെട്ട സോളമനച്ച, ജോസച്ച, സനീഷ് സാറെ, എല്ലാവർക്കും നമസ്കാരം. സിനി വിളിച്ചത് കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. എല്ലാവരെയും ഭിന്ന കഴിവുള്ളവരാണ് നിങ്ങൾ. നിങ്ങളെ ലോകം അറിയുന്നൊരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മ എനിക്ക് വളരെ സന്തോഷം തരുന്നു. ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ചത് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആശംസ പറഞ്ഞത് അന്താരാഷ്ട്ര ബോഡി ബിൽഡർ ശ്രീ സനീഷ് സഹദേവൻ സാറായിരുന്നു. നിജു ആണ് ഗ്രൂപ്പിലേക്ക് വിളിച്ചത്. ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ്. നാം ജീവിതത്തിൽ തോറ്റു കൊടുക്കരുത്. നാം പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും വേണം. ഈ വിജയങ്ങളെ ഓർത്ത് മാത്രം ചിന്തിക്കുക. നിങ്ങളോടൊപ്പം എന്നും ഞാൻ ഉണ്ടായിരിക്കും. എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നിർത്തുന്നു. മനോഹരമായ ഗാനാലാപനം നടത്തിയത് ക്ലാര ജോസഫ്. അഭിനന്ദനങ്ങൾ. ഇന്നത്തെ അവതാരിക ശ്രീ അശ്വതി സോമൻ. യോഗാവസാനം അച്ഛന്റെ സമ്മതത്തിൽ ചോദ്യാവലി നടത്തി. വിജയികളുടെ പേരുകൾ പിയൂസ്, സാദിഖ്, ലിജി, ലിജോ, ടീന. അവസാനം കുമാരി ഐറിൻ ബെൻസൺ നന്ദി പറഞ്ഞ് യോഗം അവസാനിപ്പിച്ചു. അടുത്തായി ഉദ്ഘാടനമാണ്. ഉദ്ഘാടനം ചെയ്യുന്നത് ഫാദർ സിൻഡോ മംഗളൻ, സാഗർ രൂപത. അച്ഛനെ പോലെ ഒരു പള്ളിയുടെ ചുമതല കൂടിയുണ്ട്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സോളമൻ അച്ഛ, ഇന്നത്തെ മുഖ്യ അതിഥി ശ്രീ നിതിൻ KN, ബാക്കി എല്ലാ ദർശന ക്ലബിലെ എല്ലാ അംഗങ്ങൾക്കും എന്റെ ഈശ്വംശായിക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഞാൻ 2 കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് ഈ മാസം നമ്മൾ പരിശുദ്ധ അമ്മയെ ഇവിടെ അടുത്ത് കൂടുതൽ ഇരിക്കുന്ന ഒരു സമയമാണ്. റോസറിയൊക്കെ നമ്മൾ കൊന്തയൊക്കെ ഒട്ടനവധി കൊന്തകൾ നമ്മൾ ചെല്ലുന്നുണ്ട്. ഒരു അനുഭവത്തോടു കൂടി ഞാൻ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ അമേരിക്കയിൽ ഒരു ആംബുലൻസ് കടന്നു പോവുകയായിരുന്നു. ആംബുലൻസ് കടന്നു പോകുന്ന സമയത്ത് ഒരു വൈദികൻ ആംബുലൻസിന്റെ അടുത്തുകൂടി പോകുന്നുണ്ടായിരുന്നു. അദ്ദേഹം ആരെന്നറിയില്ല ആംബുലൻസിന്റെ ഉള്ളിൽ. പക്ഷെ ഒരു നിമിഷം ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലി അദ്ദേഹം ആ ആംബുലൻസിൽ ഇരിക്കുന്ന ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം 2-3 ആഴ്ചകൾ കടന്നുപോയി. ഒരു ദിവസം അതേ വഴിയിലൂടെ അദ്ദേഹം നടന്നു നീങ്ങുമ്പോൾ ഒരു ചേച്ചി അദ്ദേഹത്തെ വിളിക്കുകയാണ്. മിസ്റ്റർ, താങ്കളെ എനിക്കറിയാം, താങ്കളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന്. അദ്ദേഹം ആ വൈദികൻ ആ ചേച്ചിയോട് ചോദിച്ചു, എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളെ കാണുന്നത്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞ ഉത്തരം ഇതാണ്: ഞാൻ 2 ആഴ്ചയ്ക്ക് മുമ്പ് എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്നിരുന്നു. ഹോസ്പിറ്റലിൽ ഞാൻ കിടക്കുമ്പോൾ, ICUയിൽ കിടക്കുമ്പോൾ എന്റെ മുമ്പിൽ ഈശോ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവന്റെ കൈക്കുള്ളിൽ അങ്ങയുടെ ചിത്രം, അങ്ങയുടെ മുഖം ഞാൻ കണ്ടിരുന്നുവെന്ന്. ഒരിക്കലും ഒരു പ്രാർത്ഥനയും ഉത്തരം തരാതെ പോകുന്നില്ല. നാം എവിടെയാണെങ്കിലും, നാം ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിലും ദൈവം നമ്മുടെയൊക്കെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകും. നാം എത്ര തന്നെ അവഗണിക്കപ്പെട്ടവരായിരുന്നാലും, നാം എത്ര തന്നെ ദുഃഖിച്ചിരിക്കുന്നവരായിരുന്നാലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന്
നമുക്ക് അറിയണം. നമ്മുടെ ദുഃഖങ്ങളിൽ, നമ്മുടെ ദുരിതങ്ങളിൽ, നമ്മുടെ സങ്കടങ്ങളിൽ നാം ദൈവത്തെ വിളിക്കുമ്പോൾ ഉറപ്പായും ദൈവം നമുക്ക് ഉത്തരം അരുളും എന്ന ബോധ്യം നമുക്കുണ്ടാകണം. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവ പരിപാലനയെ കുറിച്ചാണ്. ദൈവം നമ്മൾ ഓരോരുത്തരെയും സംരക്ഷിക്കുന്നുണ്ട്. ദൈവം നമ്മൾ ഓരോരുത്തരെയും എപ്പോഴും നമ്മുടെ കൂടെയുണ്ടെന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. ഞാൻ 2021-2022 കാലഘട്ടത്തിൽ ഒരു അനാഥശാലയിലെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സേവനം അനുഷ്ഠിക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാം, അനാഥാലയം പോലെയുള്ള സംരംഭങ്ങൾ നടത്തുക അത്ര സരളമായ ഒരു കാര്യമല്ല. എല്ലാ മാസവും 10-60 കുട്ടികൾ ഉണ്ടായിരുന്നു അവിടെ. ഈ കൊച്ചു കുട്ടികൾക്കെല്ലാം ആഹാരം മേടിക്കുക, അവരുടെ വസ്ത്രങ്ങൾക്ക് മേടിക്കുക, ഇതിനെല്ലാം അറ്റ്ലീസ്റ്റ് നമ്മുടെ കയ്യിൽ ഒരു 3 ലക്ഷത്തോളം ഉണ്ടാകണം. പലപ്പോഴും മാസാവസാനത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ ഡയറക്ടർ അച്ഛൻ എന്നോട് പറയുന്നത്, സിൻഡോ നമ്മുടെ കയ്യിൽ കാശില്ല, സിൻഡോ നമ്മുടെ കയ്യിൽ അടുത്ത മാസത്തേക്കുള്ള ഒരു കാശില്ല. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു, അച്ഛാ നമുക്ക് രൂപതയോട് നമുക്ക് ചോദിച്ചു നോക്കാം, പിതാവിനോട് ചോദിക്കാം, പ്രൊക്രേറ്ററിനോട് ചോദിക്കാം. പക്ഷെ അദ്ദേഹം പറയുന്ന ഒരു ഉത്തരം എന്നെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം എപ്പോഴും പറഞ്ഞു വയ്ക്കുക പ്രകാരമാണ്, ദൈവത്തിന്റെ കുട്ടികളാണ്, ദൈവത്തിന്റെ കുട്ടികൾക്ക് വേണ്ടത് ദൈവം തന്നെ നമുക്ക് തരും എന്നുള്ളത്. അതേപോലെ തന്നെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരുന്നത്, മാസാദ്യത്തിലെ ആദ്യത്തെ 1, 2, 3 ദിവസങ്ങളിൽ ഉറപ്പായും നമ്മൾ അറിയുന്നവരായിരുന്നാലും അറിയാത്തവരായാലും ഒട്ടനവധി വ്യക്തികൾ ഈ കുട്ടികൾക്ക് വേണ്ടി ഒട്ടനവധി സംഭാവനകൾ നൽകിയതായി ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവം നമ്മൾ ഓരോരുത്തരെയും പരിപാലിക്കുന്നുണ്ട്. ദൈവം നമ്മെ ഓരോരുത്തരെയും സംരക്ഷിക്കുന്നുണ്ട്. ദൈവം നമ്മെ ഓരോരുത്തരെയും കാത്ത് പരിപാലിക്കുന്നുണ്ട്. ഞാൻ ഇതിന്റെ റിപ്പോർട്ടൊക്കെ ഇപ്പൊ കേൾക്കുകയുണ്ടായിരുന്നു. സോളമൻ അച്ഛൻ എത്ര നന്നായിട്ടാണ് ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ. പൈസ്റ്റേട്ടൻ, ഇതിലെ എല്ലാ അംഗങ്ങളും ദൈവത്താൽ സംരക്ഷിക്കപ്പെടുന്നവരും ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരുമാണ്. നിങ്ങൾക്കെല്ലാം എന്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊള്ളുന്നു. ഈ 124ാമത് ദർശന ക്ലബിന്റെ സ്നേഹ സംഗമം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി മുഖ്യ അതിഥി അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീ നിതിൻ KN, ജനമേത്രി പോലീസ് ഓഫീസർ, പാവറട്ടി. സാറിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളൊന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഒരുപാട് നാളുകളായിട്ട്, ഇപ്പൊ കുറച്ചൊരു 2 വർഷത്തിൽ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഒരു 2 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ നോക്കുമ്പോൾ ലഹരിപരമായിട്ടുള്ള കേസുകൾ വളരെ അധികം കൂടിയിട്ടുണ്ട്. ഇപ്പൊ സ്കൂളുകളൊക്കെ എന്നും ക്ലാസ്സുകളാണ്. യോദ്ധാവ് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതികളുണ്ട്. ഇപ്പൊ ഗവൺമെന്റിന്റെ ആയാലും എക്സൈസിന്റെ ആയാലും എന്നും കുട്ടികൾക്ക് ഇങ്ങനെ ക്ലാസ്സുകൾ കൊടുത്തോണ്ടിരിക്കുക. റോഡിലൊക്കെ ഞങ്ങളൊക്കെ ഒരു 2 മാസക്കാലം റോഡിൽ തന്നെ നടന്നു. യോദ്ധാവിന്റെ പദ്ധതി കുട്ടികളെയും കൊണ്ടുപോവുക, ഈ മൈമ്, ഫ്ലാഷ് മബ്, അങ്ങനെയൊക്കെ പരിപാടികളാണ്. അപ്പോ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ പണ്ടത്തെ ഒരു കാലഘട്ടം, നിങ്ങളുടെ ചെറുപ്പമായാലും അത് മുമ്പത്തെ ഒരു കാലഘട്ടമൊക്കെ ആലോചിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാലഘട്ടം നമുക്ക് വേണ്ടി വന്നിട്ടില്ല. ഈ ലഹരിപരമായ ക്ലാസ്സുകൾ കൊടുക്കുന്ന ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പൊ അടുത്താണ് തുടങ്ങിയിട്ടുള്ളത്, അല്ലെ? അപ്പോ എന്തോ ഒരു പ്രശ്നം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്, അല്ലെ? അതുകൊണ്ടാണ് ഇത്രമാത്രം ക്ലാസ്സുകൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോ സ്റ്റേഷനിലായാലും പല സ്ഥലങ്ങളിലും ഈ കുട്ടികളെ കേസുകൾ പിടിക്കുമ്പോൾ ചീത്ത പറയുന്ന ആൾക്കാർ, തല്ലുന്ന ആൾക്കാരൊക്കെ നമ്മൾ കാണും. അപ്പൊ ഞങ്ങളൊക്കെ അവരുടെ അടുത്ത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഒരു പ്രായത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്, അല്ലെ? നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളിന്ന് പക്വതയായിരിക്കുന്ന എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് കുട്ടികളോട് നമുക്ക് അവർ ചെയ്യുന്നതൊക്കെ തെറ്റായിട്ട് വരുന്നത്. അവരാ പക്വത വരുന്നുള്ളൂ. അവരുടെ പ്രായത്തിന്റെ പ്രത്യേകതയാണ് നല്ലതും തെറ്റൊന്നും തിരിച്ചറിയാനുള്ള പക്വത അവർക്കില്ല.
ഇത് മനസ്സിലാക്കാൻ ഒരുവിധ ആൾക്കാർക്കും ഇന്ന് പറ്റുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു വിഷമം. മക്കളെ ഒന്ന് ചേർത്ത് പിടിച്ച മാറാവുന്ന പല പ്രശ്നങ്ങളിലും അവരെ ചീത്ത പറഞ്ഞും ഭീഷണിപ്പെടുത്തിയും അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് അറിയില്ല അവർ ചെയ്യുന്ന തെറ്റെന്താന്നും അതെങ്ങനെ തിരുത്തണം എന്നുള്ള വാശി അവർക്ക് വരണം. അപ്പൊ ഇന്ന് എല്ലായിടത്തും കാണുന്നത് ഈ ചീത്ത പറയൽ കുറ്റപ്പെടുത്തലുകളാണ്. അല്ലെ, മുടി വളർത്തിയ കുറ്റം, ട്രൗസർ ഇട്ട് നടന്ന കുറ്റം. അപ്പൊ കുട്ടികളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ കുറെ ചിന്തിച്ചു വന്നപ്പോ ഈ ഒരു 2 വർഷം ഞാൻ പറഞ്ഞില്ലേ, കോവിഡിന് ശേഷമാണ് ഡ്രഗ് പരമായിട്ടുള്ള കേസുകൾ കേരളത്തിൽ കൂടിയത്. ഞങ്ങൾ ശ്രദ്ധിച്ചപ്പോ ഓരോ ദിവസം കേസുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. പണ്ടൊക്കെ ഒരു കള്ളും സിഗരറ്റും വലിച്ചു എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഒരു കഞ്ചാവ് വരയ്ക്ക് നടന്ന കേസുകൾ ഇന്ന് MDMA പോലെ സിന്തറ്റിക് ഡ്രഗ്സുകളുടെ കേസുകൾ കൂടി. അതിൽ ഞങ്ങൾ ഇങ്ങനെ എല്ലാ മാസവും ഞങ്ങൾ കേസുകൾ എടുത്ത് പഠിക്കും. നമ്മൾ അറിയണല്ലോ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്. ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഞങ്ങൾക്ക് അന്ന് കാണാൻ പറ്റിയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസുകളിലൊക്കെ ഉൾപ്പെട്ടിരുന്ന കുട്ടികളുടെ പ്രായം പണ്ട് 35-ഉം 30-നും മുകളിൽ പ്രായം ഉണ്ടായിരുന്ന ആളുകളായിരുന്നപ്പോ ഇന്ന് നേരെ 10ാം ക്ലാസ്സിൽ താഴെ പഠിക്കുന്ന കുട്ടികൾ വരെ വന്നു തുടങ്ങി. ഞങ്ങളവിടെ ഒരു സ്കൂളിൽ 8ൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്നാണ് കഞ്ചാവ് പോലെ ഒരു ഡ്രഗ് ഞങ്ങൾ പിടിച്ചത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ക്ലാസ്സുകളിലേക്ക് ഫോക്കസ് കൂടുതൽ കൊടുക്കാൻ തോന്നിയത്. അപ്പോൾ ഈ ക്ലാസ്സുകൾ കേൾക്കുന്ന ആൾക്കാർ, നിങ്ങൾക്ക് മക്കളുള്ളവരുണ്ടാവാം, നിങ്ങളുടെ കുടുംബങ്ങളിൽ കുട്ടികളുണ്ടാവാം. അപ്പൊ എങ്ങനെയാണ് ഈ കുട്ടികളിലേക്ക് ഡ്രഗ് എത്തുന്നത്, ഇതൊക്കെ നമുക്ക് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം. അപ്പൊ ഞാനത് ക്ലാസ്സുകൾ എടുക്കുന്ന പോലെ തന്നെ ഞാൻ എടുക്കാം. കുട്ടികൾക്ക് എടുക്കുന്ന ഒരു കുട്ടിക്ക് എങ്ങനെയാണോ ഞാൻ ക്ലാസ് എടുക്കുന്നത് അതേപോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളുടെ മുമ്പിൽ വരുന്ന നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ആളുകൾ നിങ്ങൾ കാണും. അല്ലെ, ഇതുപോലെ ആക്ടിവിറ്റി 600 പേരെങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു മൊത്തം ക്ലബില്. അപ്പോ അതുപോലെ തന്നെ നമ്മുടെ ബന്ധത്തില്, നമ്മുടെ പരിചയത്തില്, നമ്മുടെ അയൽവക്കത്ത് അങ്ങനെ ഒരുപാട് കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്കും അതുപോലെ അവർക്ക് മോട്ടിവേഷൻ ആയിട്ട് മാറാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്റെ ക്ലാസ്സിൽ കുട്ടികൾക്ക് തുടങ്ങുന്ന രീതിയിൽ മതിയില്ലേ, അതുപോലെ തന്നെ മതിയില്ലേ നിങ്ങൾക്ക്? ഞാൻ എന്തിനാ അങ്ങനെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. കാരണം എന്റെ ക്ലാസ്സുകളിൽ എനിക്ക് ഒരുപാട് റിസൾട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രങ്ങളിലൊക്കെ എനിക്ക് വരാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. എന്റെ ക്ലാസ്സിൽ വിഷയം വേറെ ഒന്നുമില്ല, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 9ൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, അവൾക്ക് പ്രണയം ഉണ്ടായിരുന്നു. നമ്മുടെ ക്ലാസ് കഴിഞ്ഞപ്പോ 2 ദിവസത്തിന് ശേഷം അവൾ എന്നെ വിളിക്കുകയാണ്. ടീച്ചർമാരെന്നെ വിളിച്ചിട്ട് വരണമെന്ന് പറഞ്ഞു. സംഭവം വേറെ ഒന്നുമില്ല, അവർക്കൊരു കാമുകനുണ്ടായിരുന്നു. അവന് നേക്കഡ് ഫോട്ടോസ് അല്ല, ഇന്ന് ഏറ്റവും കൂടുതൽ 2ാമതായിട്ട് സ്റ്റേഷനിൽ വരുന്നൊരു കേസാണ്. നേക്കഡ് ഫോട്ടോസ് അവൾ അയച്ചു കൊടുക്കാതിരുന്നു. പക്ഷെ നമ്മുടെ ക്ലാസ് കിട്ടിയതിന് ശേഷം അവൾക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞു. ആ ഒരു പദ്ധതിയിൽ നിന്ന് അവള് മാറി പിന്തിരിഞ്ഞു. പക്ഷെ അവന്റെ ഭീഷണി വന്നപ്പോഴാണ് അവൾ എന്നെ വിളിച്ചത്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു കുട്ടിയുടെ ജീവിതം രക്ഷിക്കാൻ പറ്റി. അപ്പൊ ക്ലാസ് കൊടുക്കുമ്പോൾ നമ്മൾ അതുപോലെ കുട്ടികൾക്ക് ക്ലാസ്സുകൾ കൊടുത്തു കഴിഞ്ഞാൽ അവരെ നമ്മളോട് ചേർത്ത് നിർത്താൻ പറ്റും. അപ്പൊ നിങ്ങൾക്കും അല്ലെ, നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്ന ആൾക്കാരായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ക്ലാസ്സുകൾ വേറെ ഒന്നുമല്ല, നമ്മള് പണ്ട് പറഞ്ഞ് വന്നിരുന്ന രീതിയിൽ നമ്മൾ ഇത്തിരി മാറ്റം വരുത്തണം. അല്ലെ, പണ്ട് നമ്മൾ കുട്ടികളോട് പറയാ ലഹരി പൊട്ടിയാണ്, സൗഹൃദം പൊട്ടിയാണ്, പ്രണയം പൊട്ടിയാണ്, എല്ലാം പൊട്ടിയാണ്, വേണ്ട 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 എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന് പകരമായിട്ട് നമ്മൾ അവരെ പറഞ്ഞ് പഠിപ്പിക്കുക എന്താണ് അപകടം. അല്ലെ, ചില ക്ലാസ്സുകളിൽ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ചില കുട്ടികൾ ഞങ്ങളുടെ ചോദിക്കും, സാറേ എന്റെ വീട്ടില് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരാൾ പോലും എന്റെ വീട്ടിലില്ല. എന്റെ ചേട്ടനോ അനിയനോ അച്ഛനോ അമ്മയോ ഡ്രഗ് ഉപയോഗിക്കില്ല. പക്ഷെ എന്റെ കൂട്ടുകാരിലും ആരും നിലവിൽ ആരും വലിക്കുന്നവരില്ല. പിന്നെ ഞാൻ എങ്ങനെ ഒരു ഡ്രഗിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കെണിയിൽ ഞാൻ എങ്ങനെ പെടും? എനിക്ക് ഭയങ്കര കോൺഫിഡന്റ് ആണ്, ഞാൻ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ എത്തിപ്പെടില്ല. അപ്പോ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് നടന്നിട്ടുള്ള കുറച്ച് കഥകളുണ്ട്. ഓരോ സ്റ്റേഷനിലും നമ്മൾ പോയി സംസാരിച്ച് ഓരോ കേസുകൾ എങ്ങനെയാണ് വരുന്നത്, ഒരുപാട് ആളുകളിൽ നിന്ന് നമ്മൾ പഠിച്ചെടുത്ത കുറച്ച് കഥകളുണ്ട്. ഈ കഥകൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഏതൊക്കെ സിറ്റുവേഷൻ അവർക്ക് വരാൻ സാധ്യതയുണ്ടെന്നും എങ്ങനെയൊക്കെ നോ പറയണം എന്നും നമ്മൾ അവരുടെ പഠിപ്പിച്ചു കൊടുക്കും. അപ്പൊ അതുപോലെ ഒരു കഥയാണ് ഞാൻ പറയുന്നത്. കഥയിൽ ഒന്നാമത്തെ വേറെ ഒന്നുമില്ല, ഒരു കുട്ടി സ്കൂൾ വിട്ട് പോകുമ്പോ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് റോഡ് സൈഡിലൊക്കെ ആളുകൾ നിൽക്കുന്നുണ്ട്. ഈ കുട്ടിക്ക് ഒരു 500 രൂപയുടെ നോട്ട് ഇയാൾ എടുത്ത് കൊടുക്കാണ്. ഇയാൾ കൊടുത്തിട്ട് ഈ കുട്ടിയോട് പറയുന്നേ, മോനെ നിന്റെ ബാഗിൽ നിന്നൊരു നോട്ട് താഴെ വീണിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ കുട്ടി പറയാ എന്റെ പൈസയല്ല, അല്ല എന്റെ കയ്യിൽ അത്ര പൈസ ഇല്ല. ഇയാൾ വീണ്ടും വീണ്ടും ഈ കുട്ടീനെ നിർബന്ധിക്കുകയാണ്, മോനെ നിന്റെ ബാഗിൽ നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു, അതുകൊണ്ടല്ല ഞാൻ നിനക്ക് തന്നത്. വീണ്ടും ആ കുട്ടി പറയുമ്പോ വീണ്ടും വീണ്ടും ഇദ്ദേഹത്തിന് നിർബന്ധം കാരണം സ്വാഭാവികമായിട്ടും നമ്മളെ മക്കളാ അല്ലെ, ഒരു നിമിഷത്തെ ഒരു ചാഞ്ചാട്ടം മതി. ഇവൻ എന്ത് ചെയ്തു, ഇവൻ ഈ പൈസ വാങ്ങി കൊണ്ടുപോയി. ഇവൻ ഈ പൈസ വാങ്ങി ഇവന്റെ കൂട്ടുകാരെടുത്തൊക്കെ പോയി ഈ പൈസ ചെലവാക്കി. നല്ല രീതിയിൽ ചെലവാക്കിയതിന് ശേഷം പിറ്റേ ദിവസം സ്കൂളിലേക്ക് വരിക. ഇവന്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല, കാരണം ഈ പൈസ അവന്റെ എന്ന് പറഞ്ഞ് കിട്ടി അല്ലെ, ലക്കിന് കിട്ടിയതാ. സ്വാഭാവികമായിട്ടും അവന്റെ പ്രായം വെച്ചിട്ട് അവർ ചെലവാക്കി കൂട്ടുകാർക്കൊക്കെ മിഠായിട്ട് വാങ്ങിക്കൊടുത്ത് പിറ്റേ ദിവസം വരുമ്പോ ഇതേ ആള് തന്നെ ബസ് സ്റ്റോപ്പിൽ ഇവരെടുത്ത് നിൽക്കാണ്.
നിന്നിട്ട് ഇവനോട് ചോദിക്കുന്ന ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ നിനക്ക് തന്ന പൈസ എവിടെ? ക- സ്വാഭാവികമായിട്ട് ആ കുട്ടി ഒന്ന് പതറും. കസില്ലേ കാരണം അവനറിയാം അല്ലെ അവന്റെ അല്ല എന്നുള്ളത് അവനറിയാം. കൊണ്ടുവന്ന് വീണ്ടും അവൻ കാണിച്ചപ്പോ ചോദിക്കുകയാണ്. പൈസ ചോദിക്കുമ്പോ ഇവനാകെ പേടിച്ച് നിന്നിട്ട് ഇവൻ പറയാണ്, സാറേ ആ പൈസ എന്റെ കയ്യിലില്ല, ഞാനത് ചെലവാക്കി. അടുത്തായിട്ട് ഇവര് പറയുന്ന ഡയലോഗാണ്, നിന്റെ അധ്യാപകരെ എനിക്ക് അവർക്ക് കാണണം, പൈസ കൊടുക്കണ നിന്റെ അധ്യാപകർ എനിക്ക് കണ്ട് ഈ കാര്യം പറയണം, അല്ലെ നിന്റെ അല്ലാത്തൊരു പൈസ നീ കട്ടെടുത്തു, അല്ലെ നിന്റെ അല്ലാത്തൊരു പൈസ നീ എടുത്തു, ഇതിന്റെ അധ്യാപകരുടെ അടുത്ത് പറയണം, നീ കള്ളനാണ്. സ്വാഭാവികമായിട്ടും ഒരു 8-ൽ 9-ൽ പഠിക്കുന്ന കുട്ടി പേടിക്കും അല്ലെ. 500 രൂപയാണ്, അവനെ കൊണ്ട് പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ പറ്റില്ല, ഇവൻ പേടിച്ച് അവൻ കരഞ്ഞോണ്ടിരിക്കുക. ഒരു 500 അപ്പൊ ഇയാൾ അവന് കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് ഞാനൊരു പൊതി തരാം, ഈ പൊതി നീ എന്ത് ചെയ്യണം, അവിടത്തെ ഒരു കടയിൽ കൊണ്ട് കൊടുത്താൽ മതി. സ്വാഭാവികമായിട്ട് ഈ കുട്ടി ചിന്തിക്കുമ്പോ ഒരു അപകടവും ഇല്ല അല്ലെ, അവൻ രക്ഷപ്പെട്ടു, അവനെ ഒന്നും പേടിക്കാനില്ല, ഈ ഒരു പൊതി കൊണ്ട് കൊടുത്താൽ മതി. ഇവൻ നിരന്തരം ഈ പൊതി കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങള് ഒരു കേസിൽ, ഒരു കഞ്ചാവ് കേസിൽ ഒരുത്തരം പിടിച്ചപ്പോ അവന്റെ കയ്യിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ചിട്ട് ഈ പറയുന്ന കുട്ടിയാണ് ആ കടയിലേക്ക് ഈ കഞ്ചാവിന്റെ പൊതി കൊണ്ട് കൊടുത്തിരുന്നത്. അപ്പൊ ഞങ്ങൾ വീണ്ടും അന്വേഷിച്ച് വന്നപ്പോ എന്താ സംഭവിച്ച, ഇയാള് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കായിരുന്നു. അവിടെ ഒരു ചെക്ക് പോസ്റ്റാ, ഈ ചെക്ക് പോസ്റ്റ് കടന്നിട്ട് വേണം ഈ കുട്ടിക്ക് പോകണ്ടായി. അപ്പൊ ഇവർക്ക് ഈ ചെക്ക് പോസ്റ്റ് കൂടെ പോയി കഴിഞ്ഞാൽ ഇവരെ പിടിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സ്വാഭാവികമായിട്ടും നമ്മള് ചെക്കിങ്ങിൽ കുട്ടികളെ നമ്മൾ അധികം നോക്കാറില്ല അല്ലെ. ഇപ്പൊ ജമ്മു കാശ്മീർ പോലുള്ള സ്ഥലങ്ങള് അല്ലെങ്കിൽ യുദ്ധം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അവര് ബാഗൊക്കെ പരിശോധിക്കും അല്ലെ, ബോംബുണ്ടോ ഒന്നും അവർക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ നാട്ടില് മെജോറിറ്റിയും ചെക്കിങ് കുറവാ. അപ്പൊ എന്ത് ചെയ്തു, ഇവരിത് അവസരമാക്കി എടുത്തു. അപ്പൊ ഇവനാണ് ഇന്ന് കൊണ്ട് കൊടുത്തിരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു പാഠം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നല്ലതും തെറ്റും തിരിച്ചറിയാനുള്ള ഒരു പക്വത കുറവ് നമ്മുടെ മക്കൾക്കുണ്ട്. ഇവിടെ ഇയാൾ എന്ത് ചെയ്തു, ഇവൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടീനെ വിശ്വസിപ്പിക്കുകയാണ് അല്ല. അവന്റെ പ്രായത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, അവൻ നല്ലതും തെറ്റും തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ ഇവൻ ചെയ്ത് തെറ്റാന്ന് പറഞ്ഞിട്ട് അവനെ വിശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് അവനെ കൊണ്ട് എന്ത് ചെയ്തു, അവൻ പോലും അറിയാതെ ഒരു ഡ്രഗ് ഡീലറായിട്ട് അവൻ മാറി. അപ്പൊ കുട്ടികളോട് നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം അല്ലെ. അധ്യാപകരായാലും അച്ഛനമ്മമാരായാലും എന്റെ മക്കളോട് പറയാറുണ്ട്, ആരെങ്കിലും പരിചയമില്ലാത്ത ആരെങ്കിലും വന്ന് നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് പറയണമെന്നാണ് നമ്മൾ പറയാറ് അല്ലെ. പക്ഷെ അച്ഛനമ്മമാരെ എങ്ങനെ പറഞ്ഞു കൊടുക്കുക, ആരായിട്ട് കൂട്ടുകൂടരുത്, ഞാൻ ചീത്തയാണ്, ഏതെങ്കിലും ഒരു മകൻ വന്ന് പറയൂ. ഇന്നത്തെ കുട്ടികൾക്ക് അച്ഛനമ്മയോട് തുറന്നു പറയാനുള്ള ധൈര്യമില്ല. ഇത് ഈ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോ നാളെ അവന്റെ മുമ്പില് ഇതുപോലൊരു സിറ്റുവേഷൻ വരുമ്പോ സ്വാഭാവികമായിട്ട് അവൻ ചിന്തിക്കും, അച്ഛനോട് പറയണം അല്ലെങ്കിൽ എന്റെ അധ്യാപകരോട് പറയണം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന രീതി മാറ്റണം. ഇതിപ്പോ ഒരു കഥ പോലെ പറഞ്ഞു, പക്ഷെ അവന്റെ മനസ്സിൽ അത് ആഴ്ന്നിറങ്ങിയിട്ടുണ്ടാവും. നാളെ അവന്റെ മുമ്പിൽ പരിചയമില്ലാത്ത ഏതൊരാള് വന്നാലും അവനൊന്ന് സംശയിക്കും. ഇനി അവൻ എന്തെങ്കിലും തെറ്റു പറ്റിയാൽ പോലും അവനത് തുറന്നു പറയാനുള്ളൊരു മാനസികാവസ്ഥ അവനുണ്ട്. ഇതോടൊപ്പം തന്നെ ഇവരോട് നമ്മൾ പറയും, ഒരിക്കലും നിങ്ങൾ ആരോട് ഷെയർ ചെയ്യരുത്, നിങ്ങളുടെ കൂട്ടുകാരായിട്ട് ഇത് ഷെയർ ചെയ്യരുത്. കാരണം നിങ്ങളുടെ ബുദ്ധി അവനുള്ളൂ അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു, നല്ലതും തെറ്റും തിരിച്ചറിയാനുള്ള പക്വത അവന് ആയിട്ടില്ല. സ്വാഭാവികമായിട്ടും ഒരു കഥ അവനോട് പറഞ്ഞപ്പോ അവന് ഏകദേശം മനസ്സിലായി. വീണ്ടും നമ്മൾ അവനോട് പറഞ്ഞു കൊടുക്കണം. ഇതുകൊണ്ട് അവൻ ഇവനെല്ലാം തികയുന്നുണ്ടോ ഇല്ല, വീണ്ടും സംശയങ്ങളുണ്ടാവും. അടുത്തൊരു വഴി നമ്മുടെ എല്ലാ സ്കൂളുകളിലും കാണുന്നതാ. ഒരു ചേട്ടന്മാരെപ്പോഴും അല്ലെങ്കിൽ പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ അല്ലെ, എന്നും കേസുകൾ പിടിക്കുമ്പോ പരിചയമില്ലാത്ത ഒരാൾ വന്നു ബസ് സ്റ്റോപ്പിൽ വന്നു കുട്ടികൾക്ക് ലഹരി ചോക്ലേറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇതും പറയുമ്പോഴും നമ്മൾ എന്നിട്ട് പറയാ, പരിചയമില്ലാത്ത ആൾക്കാർ വന്നാ മിണ്ടരുത്. അച്ഛനന്മാര് പറയുന്ന കാര്യം അതാ അല്ലെ. സ്കൂൾ പരിസരത്തൊക്കെ പല ആൾക്കാരും വരും, നേരത്തെ പറഞ്ഞ പോലെ. ഇവിടെ സംഭവിക്കുന്ന ഇപ്പൊ ഞങ്ങൾ പിടിക്കുന്ന മിക്ക കേസുകളിലും ഞങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് വെച്ച് നോക്കുമ്പോ ഇവര് പറയുന്ന കഥകളില്, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതില് ഒരു ചേട്ടൻ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്, കുട്ടികളെ കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും 1, 2, 3, 4, 5 ദിവസമൊക്കെ കഴിയുമ്പോ നമ്മുടെ മനസ്സിൽ ഒരു സ്ഥിരമായിട്ട് ഒരാളെ നമ്മൾ കാണാം ബസ് സ്റ്റോപ്പിൽ. നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ചേട്ടന്മാരെ അവരോട് സംസാരിക്കുന്നുണ്ട് അല്ലെ. പണ്ടത്തെ പോലെയൊക്കെ നമ്മൾ കുട്ടികളോട് പറയുമ്പോൾ ഇത്തിരി കൂടി നമ്മളൊന്ന് വർണ്ണിച്ച് പറയും. പണ്ട് നമ്മുടെ സ്കൂളിൽ പഠിക്കുമ്പോ പൾസറിൽ ഒരു ചേട്ടൻ വന്നിരുന്നു. അപ്പൊ ഈ ചേട്ടനെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര രസമാണ്. ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കും, മുടിയൊക്കെ വളർത്തി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഒരു ചേട്ടൻ വന്ന് നിൽക്കുകയാണ്. അപ്പൊ ഈ ചേട്ടനെ കാണുമ്പോൾ ഞങ്ങളുടെ ഉള്ളില്, കാരണം അന്നൊക്കെ പൾസർ എന്ന് പറയുമ്പോൾ വലിയൊരു കാര്യം, കുട്ടികളോട് പറയുന്ന കഥ അങ്ങനെയാണ് കേട്ടോ. അപ്പൊ അവിടെ പറയുമ്പോൾ നമുക്ക് ആളെ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ വരും. ഒരു ദിവസം ചേട്ടൻ കൈ കൊണ്ട് കാണിച്ചു, ഞങ്ങൾക്കും സന്തോഷമായി. ഞങ്ങൾ ചേട്ടനോട് വർത്താനം പറയാറുണ്ട്, ചിരിക്കാറുണ്ട്, കളിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കഥ കൊണ്ടുപോയി. ഇവിടെ ഇവര് 5 ദിവസം 6 ദിവസവും ഒരാളെ നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുമ്പോ നമ്മളറിയാതെ നമ്മുടെ മനസ്സിൽ അയാളോട് ഒരു ബന്ധം ഉണ്ടാവും. കുട്ടികൾക്ക് എന്ത് ചെയ്യും, 4ാമത്തെ ദിവസം ഈ ചേട്ടൻ കുട്ടിയോട് ഒരു ഹായ് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു, തിരിച്ച് ഹായ് പറയാതിരിക്കും അല്ലെ. അവൻ പറയും, അവൻ ഹായ് പറഞ്ഞിരിക്കും, വർത്താനം പറഞ്ഞിരിക്കും. കാരണം അവന് പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം അവന്റെ സീനിയേഴ്സ് ആയിട്ടുള്ള ചേട്ടന്മാർ ഇയാളോട് സംസാരിക്കുന്നുണ്ട്. ഇവൻ എന്ത് ചെയ്തു, പരിചയപ്പെട്ടു, ചേട്ടൻ വന്നു. ഒരു ദിവസം ഈ കുട്ടിക്ക് കഴിക്കാൻ ഒരു മിഠായി ചേട്ടൻ കൊടുക്കാണ്.
അവൻ വാങ്ങാതിരിക്കില്ല. കാരണം അവന് പേടിക്കേണ്ട ആവശ്യമില്ല. ഇവൻ ഈ മിഠായി കഴിച്ചു, പിറ്റേ ദിവസം ചേട്ടൻ വന്നു മിഠായി കൊടുത്തു, അതിന്റെ ദിവസം ചേട്ടൻ വന്ന് മിഠായി കൊടുത്തു, നിരന്തരം മിഠായി തന്നു. 5ാമത്തെ ദിവസം ഈ ചേട്ടനെ കാണാനില്ല. അപ്പോ പിന്നെ ഡിമാൻഡ് നേരെ തിരിഞ്ഞു. കാരണം ആദ്യം ഈ ചേട്ടന് മിഠായി കൊടുക്കേണ്ടതായിരുന്നു ഡിമാൻഡ്. ഇപ്പൊ കുട്ടിക്ക് മിഠായി കിട്ടേണ്ട ആവശ്യമായി. ഇവൻ ഈ ചേട്ടനെ അന്വേഷിച്ചിരിക്കുക. 2 ദിവസമായിട്ട് ചേട്ടനെ കാണാനില്ല. 5ാമത്തെ ദിവസം കഴിഞ്ഞു 6ാമത്തെ ദിവസം ചേട്ടൻ വരുമ്പോ ഇവൻ ഓടി ചെല്ലുകയാണ്. കാരണം ഇവന് മിഠായി വേണം. കാരണം എന്താ, ചേട്ടൻ കൊടുത്തിരുന്ന ഇന്ന് എല്ലാ സ്കൂളുകളിലും നമ്മൾ പിടിക്കുന്ന കേസുകളിൽ പരിചയമില്ലാത്ത ആളുകൾ വന്ന് കുട്ടികളായിട്ട് പരിചയപ്പെട്ട് അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ഡ്രഗ്സ് മിഠായി രൂപത്തിലാണ് കൊടുക്കുന്നത്. അപ്പൊ ഡ്രഗ്സിന്റെ പ്രത്യേകത എന്താ? കണ്ടിന്യൂസ് ആയിട്ട് ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ 2, 3, 4 പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ അഡിക്ഷനായി. സ്വാഭാവികമായിട്ട് ഈ കുട്ടിക്ക് മിഠായി കഴിക്കാനുള്ള പ്രേരണ കൂടുകയാണ്. ഞാൻ ചേട്ടൻ്റെ അടുത്ത് പോകുമ്പോ ചേട്ടൻ മിഠായി കൊടുക്കുവോ? അല്ലെ, ചേട്ടന്റെ പിന്നെ ഒരു തന്ത്രമുണ്ട്. ചേട്ടൻ ഈ കുട്ടീനെ മാത്രം പിടിച്ചാ പോരാ. ചേട്ടൻ കുട്ടിയോട് പറയുന്നേ, മോനെ മിഠായിക്ക് പൈസ കൂടുതലാണ്, ചേട്ടന്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പോഴാണ് നമ്മൾ കാണുന്ന നമ്മുടെ സ്റ്റേഷൻ പരിധിയിലുള്ള കേസുകൾ എടുക്കുന്നത്. സ്നാപ്പിങ്, മാല പൊട്ടിക്കുന്നുണ്ട്, കുഞ്ഞു കുട്ടികളാ. മിക്ക കേസുകളും 20 വയസ്സിന് താഴെ 25 വയസ്സിന് താഴെയുള്ള കുട്ടികളാ. ഇവരെന്തിനത് പൊട്ടിക്കുന്നത്? ഡ്രഗ്സിനൊക്കെ നല്ല വിലയാണ്. ഇത് വാങ്ങാൻ അവർ ജോലിക്ക് പോകുന്നില്ല, അച്ഛനമാര് കൊടുക്കില്ല. അപ്പൊ മാല പൊട്ടിച്ചു. അമ്മ കുളിക്കാൻ പോയി വരുമ്പോ മേശയും ഊരി വെച്ചിരുന്ന താലിമാല കാണാനില്ല. നമ്മൾ കാണുന്ന കേസുകളാ. നമ്മൾ കുട്ടികളെ ചീത്ത പറയും. എന്തുകൊണ്ട് കുട്ടി ഇതിൽ എത്തിപ്പെടണം എന്നുള്ള പഠനങ്ങള് നമ്മൾ ശ്രദ്ധിക്കില്ല, അല്ലെ? അവൻ കള്ളനായത് മാത്രം ആലോചിക്കുള്ളൂ. അവന് വേറെ ഓപ്ഷൻ ഇല്ല. ചേട്ടന്റെ കയ്യിൽ നിന്ന് ഡ്രഗ്സ് മിഠായി വാങ്ങണ്ടേ? അച്ഛന് ഊരിട്ട ഷർട്ടിൽ നിന്ന് പൈസ കാണാനില്ല. ഇതൊക്കെയാണ് നമ്മുടെ കുട്ടികളിൽ വരുന്നത്. അപ്പൊ എന്തായി? ഈ പറയുന്ന കഥ നമ്മൾ പറഞ്ഞു കൊടുത്തപ്പോ ചേട്ടൻ അവന്റെ അടുത്ത് പറഞ്ഞു, ഇവന് പൈസ വാങ്ങണ്ട ഇല്ല. അവൻ പറയണത്, എന്റെ പൈസ ഇല്ല ചേട്ടാ. ചേട്ടാ അവിടെയും ഈ കുട്ടീനെ വിടുന്നില്ല. ചേട്ടൻ എന്ത് ചെയ്യും? അപ്പോഴാണ് ഈ കുട്ടികൾക്ക് ഇവര് അടുത്ത ഓപ്ഷൻ കൊടുക്കുന്നത്. നിനക്ക് ഞാൻ 4 മിഠായി തരാം, നീ നിന്റെ വേണ്ടപ്പെട്ട 4 കൂട്ടുകാർക്ക് കൊടുക്കണം, സ്ഥിരം കൊടുക്കണം. അപ്പൊ 4 മിഠായി നീ കൊടുത്താ, അല്ലെങ്കിൽ 10 മിഠായി നീ കൊടുത്താ നിനക്ക് ഞാനൊരു മിഠായി തരാം. സ്വാഭാവികമായിട്ട് നമ്മൾ അവിടെ എന്ത് കണ്ടു? ഡ്രഗ്സ് വലിയൊരു ഡീലിങ്സ് നടന്നുകൊണ്ടിരിക്കുക. ഇവൻ അറിയുന്നുണ്ട് ഇവൻ എന്താ ചെയ്യണെന്നുള്ളത്. ഡ്രഗ് ആണെന്ന് പോലും ഇവൻ അറിയില്ല. കാരണം ഇവന്റെ, നമ്മൾ പറയുന്ന പോലെ നമ്മുടെ മക്കളാരും നമ്മളോട് തുറന്നു പറയുന്നില്ല. നമ്മൾ കഥ രൂപത്തിൽ പറയുമ്പോ നിങ്ങളായാലും ഒന്ന് ആലോചിച്ച് നോക്കി, അല്ലെ? നാളെ നമ്മുടെ മകന്റെ മുമ്പിൽ ഒരാൾ വന്നു, പരിചയമില്ലാത്ത ഒരാൾ വരുമ്പോ നമ്മളിപ്പോ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവൻ എന്തായി? അവനെ ഏകദേശം മനസ്സിലായി. കാരണം അവന്റെ വയസ്സ്, അല്ലെ, ഇന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ കയ്യിൽ നിന്നാണ് ഞങ്ങൾ കഞ്ചാവ് പിടിച്ചത്. നിങ്ങളൊന്ന് ആലോചിക്കുക, 5ൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി കഞ്ചാവ് പോലെ ലഹരി സ്കൂളിലേക്ക് കൊണ്ടുവരാന്ന് പറയുമ്പോ അതിലും വലിയൊരു അധപ്പതനായിട്ടുള്ള അവസ്ഥ നമുക്കില്ല, അല്ലെ? നമ്മുടെ കുഞ്ഞു മക്കള് കേസുകളിൽ വന്ന് പെടുക, ഏതൊക്കെ സ്റ്റേജിൽ പെടുന്നേ. അപ്പൊ നമ്മൾ എന്തായി? ഇവന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു. ഇവനപ്പോ ചിന്തിക്കുകയാണ്, അല്ലെ? സാധാരണ നമ്മൾ പറയുന്നത് എന്താ? പരിചയമില്ലാത്ത ഒരാളെ കണ്ട അച്ഛനമ്മോട് പറയണം എന്ന് പറയുന്നതോട് കൂടി ഒരു കഥ പോലെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ ആ മകനത് മനസ്സിലായി. പൈസ ഇല്ല, അല്ലെ? അവന്റെ കൂട്ടുകാർക്ക് മിഠായി കൊടുത്തു, അവന് മിഠായി കിട്ടി. ഓട്ടോമാറ്റിക്കായിട്ട് അവനും അവന്റെ കൂട്ടുകാരും ഈ പറയുന്ന ഡ്രഗ് ഡീലേഴ്സിന്റെ വലിയൊരു, അല്ലെ, ഒരു കണ്ണികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ഒരു ചങ്ങല പോലെ ഒരു വലുതായിക്കൊണ്ടിരിക്കുക. നമ്മളാരും അടിത്തട്ടിലേക്ക് പോകുന്നില്ല, അല്ലെ? ഡ്രഗ്സ് ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർ പിടിക്കണം എന്നൊക്കെ പറയുമ്പോ ഇവരെങ്ങനെയാണ് ചെറിയ 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 സ്റ്റെപ്പുകൾ വെച്ച് വെച്ച് നമ്മുടെ മക്കളിലേക്ക് ഇവർ എത്തുകയാണ്. നമ്മുടെ മക്കൾ അറിയുന്ന പോലും ഇല്ല, അല്ലെ? ഇവൻ അറിയുന്നുണ്ട്. ഇവൻ ഒരു സുഹൃത്ത്, അല്ലെ? നമ്മളൊക്കെ ജീവിതത്തിലെ ഏറ്റവും ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ സന്തോഷിക്കുന്ന ഒരു, അല്ലെ, നമുക്ക് ജീവനായിട്ട് കൊണ്ടു നടക്കുന്നതാണ് കൂട്ടുകാര്. ആ കൂട്ടുകാരനാണ് ഈ പറയുന്ന ഇത്ര വലിയൊരു അപകടം ചെയ്യുന്നത്. നമ്മൾ ആരെങ്കിലും ഇതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടാവും? നമ്മുടെ മക്കൾക്ക് ആരെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും? പറഞ്ഞു കൊടുക്കുന്നില്ല, അല്ലെ? ഇതുപോലെ തന്നെയാണ് അടുത്തൊരു സ്റ്റേജ് ആണ് സിഗരറ്റ് ഒക്കെ നമ്മൾ വലിക്കുന്ന ആൾക്കാർ പറയും. കുട്ടികളോട് പറയും സിഗരറ്റ് വലിക്കരുത്, സിഗരറ്റ് പൊട്ടിയാന്ന് മാത്രം നമ്മൾ പറയുള്ളൂ. നിങ്ങൾ കുട്ടികളടുത്ത് പറയുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾക്ക് സുഹൃത്തുക്കളുടെ അടുത്തൊന്നും നോ പറയാൻ ഇന്നത്തെ കുട്ടികൾക്കൊന്നും പറ്റില്ല. സിഗരറ്റ് വലിക്കാത്ത അല്ലെങ്കിൽ ഡ്രഗ് യൂസ് ചെയ്യാത്ത ഒരാളെ പിടിച്ചു നിർത്താൻ നമുക്ക് പറ്റും. ഉപയോഗിച്ച് തുടങ്ങിയ ഒരാളെ നിർത്താൻ നമുക്ക് വളരെ പാടാണ്. നമ്മളപ്പോ എന്ത് ചെയ്യും? ഇതേപോലെ തന്നെ കഥയായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മളെന്താ പറയാ, നിന്റെ കൂട്ടുകാരനെ നീ വീടിന്റെ പരിസരത്ത് കാണാതിരിക്കോ, അല്ലെ? നീ അവനായിട്ട് ഒരു ബന്ധം വേണ്ട. ഇത് ആരാടാ, അത് കുറെ നാളായില്ലോ ഇങ്ങനെ പറഞ്ഞ് ഈ ഉപദേശങ്ങൾ കേട്ട് അല്ലെ? ഞാൻ പറയുന്ന സത്യല്ലേ? നമ്മുടെ മക്കൾക്കൊക്കെ എത്ര ദേഷ്യം വരും. അമ്മമാരൊക്കെ എടുത്ത് എറിയവര്, അല്ലെ? അപ്പൊ അവരെടുത്ത് നിങ്ങള് സൗഹൃദം, ആദ്യം തന്നെ ഒരു സൗഹൃദം സ്ഥാപിക്കണം. അപ്പോഴാണ് ഇതൊക്കെ കേൾക്കാനിരിക്കുള്ളൂ. ഇന്നതുണ്ടാ, അല്ലെ? ഇന്നൊരു സൗഹൃദം നേരില്ല. എല്ലാവർക്കും ടിവിയും മൊബൈലും, മക്കൾക്ക് ടിവി, അമ്മയ്ക്ക് മൊബൈല്, അല്ലെ? എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണും ടിവിയും കാര്യങ്ങളും. ഒരു ഭക്ഷണം കഴിക്കാൻ പോലും പണ്ടൊക്കെ ഒരു മേശ, അല്ലെ? പണ്ടത്തെ കാലഘട്ടം എന്ന് ആലോചിക്കുക. എന്റെയൊക്കെ ചെറുപ്പത്തില്, നിങ്ങളുടെ ചെറുപ്പം പറയേ വേണ്ട, അല്ലെ? എല്ലാവരും വട്ടത്തിരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച്, അപ്പൊ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്
നമ്മളെ അനുഭവങ്ങൾ പറയും, ആ ദിവസത്തെ കഥകൾ പറയും. അച്ഛൻ പറഞ്ഞു, അമ്മ പറഞ്ഞു, മകൻ പറഞ്ഞു, അങ്ങനെ അങ്ങനെ വളർന്ന കുട്ടികളായിരുന്നു. ഇന്ന് അങ്ങനെ ഉണ്ടോ? അല്ലെ? മകൻ ഒരു സമയത്ത് ഭക്ഷണം കഴിച്ചു, അമ്മ ഒരു സമയത്ത് കഴിച്ചു. ഇതിങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ കുട്ടികളെ ചേർത്ത് പിടിക്കാൻ നമ്മൾ മറന്നു പോയിക്കൊണ്ടിരിക്കുക. നമ്മളത് ഓർക്കും. പെട്ടെന്നൊരു ദിവസം നമ്മുടെ മകൻ വളർന്ന് ഒരു ദിവസമാണ് നമ്മൾ അറിയുക, അവൻ ഞാനായിട്ട് സംസാരിക്കുന്നില്ല, ഞാൻ അവനെ പറ്റി അറിയുന്നില്ല. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ മക്കളെ വിടുക, അല്ലെ? നിങ്ങളൊക്കെ ഒരുവിധം പ്രായമുള്ളവരാ, കുട്ടികളുടെ കുട്ടികളായിട്ടുണ്ടാവും. നിങ്ങളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, മോളെ മക്കളോട് എന്ത് ചെയ്യണം? ഒരു സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് തൊട്ടേ, ഒരു ക്ലാസ് വിട്ട് വന്ന് കുറച്ചു സമയം അവരെടുത്ത് സംസാരിക്കാനുള്ള സമയം കണ്ടെത്തണം. അവരറിയാതെ അവർ പറയും, അമ്മയെ ഇന്ന് ടീച്ചർ അങ്ങനെ പറഞ്ഞു, മാഷ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഓടുമ്പോ എന്നെ ഒരുത്തൻ ഉന്തിട്ടു, ഞാൻ അവനെ തല്ലി, അവനെ ചീത്ത പറയരുത്, അല്ലെ? അപ്പൊ എന്ത് ചെയ്തു? അവന്റെ കമ്മ്യൂണിക്കേഷൻ ഒരു ദിവസം ഫുള്ള് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ചിലപ്പോ അത് കിടന്നുറങ്ങുന്ന സമയത്താവും പറയാം. ആ ഉറങ്ങുന്ന ഒരു 15 മിനിറ്റില്ലേ, വളരെ വേണ്ടപ്പെട്ട ഒരു സമയം. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. അവരെ മക്കളെ നോക്കട്ടെ. നമ്മുടെ മക്കളെ എന്തായാലും വലുതായി, കയ്യിൽ പോയി, അല്ലെ? ഇനി അവരെ പിടിച്ചു കിട്ടാൻ പാടാ. അപ്പൊ എന്തായി? കുട്ടികൾ അവരോട് അവരെ അനുഭവം നമ്മൾ പറഞ്ഞു തുടങ്ങി. അപ്പൊ ഓരോ ദിവസത്തെ അനുഭവങ്ങൾ പറയുമ്പോ വലുതായാലും ഇവരെന്ത് ചെയ്യും? ഇപ്പൊ ഒരു കാമുകം വന്നൊരു ലവ് ലെറ്റർ കൊടുത്താലും അവൾ ഓടി വന്നിട്ട് അവളുടെ അച്ഛനമ്മോട് പറയാം, അച്ഛ ഇന്ന് എനിക്കൊരു ലവ് ലെറ്റർ കിട്ടി. അപ്പൊ അച്ഛൻ നോക്കുന്നു, ആ പോരടി, എഴുത്ത് വായനൊന്നും അറിയില്ല, വിട്, അല്ലെ? നമുക്ക് നല്ല വിദ്യാഭ്യാസമുള്ള നോക്കാം. എന്തായി? അതൊരു തമാശയായി മാറി. ഇന്നത്തെ കുട്ടികൾ പറയൂ അച്ഛനമ്മോട്. എനിക്ക് ഓർമ്മയുണ്ട് ഇത് പറയുന്നിട്ട്, ഞങ്ങളുടെ തൊട്ടപ്പ അയലോകത്തുള്ളതാ. ഇവളൊരു ചെക്കൻ്റെ ഒപ്പം നടന്നതുകൊണ്ട് അവളെ അങ്ങോട്ട് തല്ലി നശിപ്പിച്ചു കൊടുത്തു ചെറുപ്പത്തിൽ. ഇനി ജീവിതത്തിൽ അച്ഛൻ്റെ അടുത്ത് അവൾ എന്തെങ്കിലും തുറന്നു പറയൂ. തല്ലണം. തെറ്റുകൾ പറ്റി വരുന്ന സമയത്ത് നമ്മൾ തല്ലരുത്. നമ്മൾ പറഞ്ഞൊരു കാര്യം ചെയ്യാതിരിക്കുക, അവർ അടി കൊടുക്കാം. ഇപ്പൊ എന്തെങ്കിലും ഒരു തെറ്റ് അവർക്ക് പറ്റി അവർ നമ്മളോട് തുറന്നു പറയുമ്പോ അത് കേൾക്കാനും, അല്ല, അവരെന്തിനാ നമ്മോട് പറയുന്നേ? അവരൊരു പരിഹാര മാർഗമാണ്. അത് പരിഹരിച്ചു കൊടുക്കാനും ഒരു അച്ഛനമ്മയ്ക്കും പറ്റിയില്ലെങ്കിൽ അത് ഏറ്റവും വലിയ തോൽവിയാ, അല്ലെ? ഇന്നല്ല തല്ലലുകളൊക്കെ കുറയ്ക്കണം. തല്ലുകൾ വേണം. ഇന്ന് അടി കിട്ടാത്തതിന്റെ കുറവ് വേറെ. ഞാൻ കണ്ടേനും കാണുന്നതിനും പിടിക്കാനും ഒക്കെ കുട്ടികളെ തല്ലരുത്. അപ്പൊ നമ്മളോട് അവർക്കൊരു വെറുപ്പ് വരും. അപ്പോഴാണ് സുഹൃത്തുക്കളുടെ അടുത്തേക്ക് അവര് തിരിയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ കഥകളിൽ അടുത്ത കഥ വരുന്നതാണ് സിഗരറ്റ് വലിക്കുന്നത്, അല്ലെ? നമ്മൾ ആലോചിക്കുക, കൂട്ടുകെട്ട് വേണ്ട എന്ന് നമ്മൾ പറയും. നമ്മളെല്ലാവരും മക്കളോട് പറയുന്ന കൂട്ടുകെട്ട് വേണ്ട. നമ്മളൊന്ന് ആലോചിക്കുക, നമുക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ, അല്ലെ, റോഡിൽ കൂടെ പോകുമ്പോ എടാ എന്നെ ഒരുത്തൻ മോശമായിട്ട് തെറി വിളിച്ചു, വാടാ നമുക്ക് ചോദിക്കാന്ന് പറഞ്ഞ് അവനടുത്ത് ചോദിച്ച് അവന്റെ ഇടി അടക്കം വാങ്ങി വരുന്നതാണ് നമ്മുടെ കൂട്ടുകാര്. അല്ലെ? എല്ലാ അടി വാങ്ങി ഒരു കുഴപ്പമില്ലാണ്ട് പോകുന്നതാ. അതാണ് നമ്മുടെ കൂട്ടുകെട്ടുകൾ, അല്ലെ? പല സ്ഥലത്ത് നമുക്ക് കാണാറുണ്ട്. ഇടിയൊക്കെ വാങ്ങി ഏടി വെച്ച് വാങ്ങി തരും. അപ്പൊ ഇങ്ങനെയുള്ള കൂട്ടുകാരെയാണ് നമ്മള്, അല്ലെങ്കിൽ അവനൊരു ആവശ്യം വന്നു, അല്ലെ, ഒരാൾ ചീത്ത പറഞ്ഞു, അവനൊരു പ്രണയമുണ്ട്, ഇനി എന്തെങ്കിലും അവർ വേണം, എന്തിനും ഏതിനും ഒപ്പം നിൽക്കുന്ന ഒരു കൂട്ടുകാരനെ വേണ്ടാന്ന് അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കണേ, അധ്യാപകരും പറഞ്ഞു കൊടുക്കണേ. നമ്മുടെ മക്കൾ സമ്മതിക്കുവോ? അല്ലെ? അപ്പൊ വിചാരിക്കുക, സിഗരറ്റ്, ലഹരിയുടെ ഒക്കെ ഈ സിഗരറ്റ് എന്നൊക്കെ പറയുമ്പോ പന്മാസരൊക്കെ ഈ ഗേറ്റ് വേ ഓഫ് ഡ്രഗ് എന്ന് പറയാം. ഡ്രഗിന്റെ തുടക്കങ്ങളാണ് ബീറ്, അല്ലെ? ഇതൊക്കെ പറയാം. ഇതൊന്നും കുഴപ്പമില്ല. ഒരു പഫ് എടുക്കുന്നൊക്കെ പറയാം, അല്ലെ? ഇപ്പൊ നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് ഇപ്പൊ പല സ്കൂളുകളിലും നമ്മൾ കാണുമ്പോ ഇപ്പൊ ഒരു 4 കൂട്ടുകാരുള്ള ഒരു ഗാങ്ങിലേക്ക് പുതിയൊരു കുട്ടി ചേരുകയാണ്. സ്വാഭാവികമായിട്ടും അവരെടുത്ത് ഇവര് ചോദിക്കാനടാ നമുക്കൊരു സിഗരറ്റ്, ഒരു പഫ് എടുത്താലോ എന്ന് ചോദിച്ചാൽ ആദ്യമായിട്ട് വലിക്കാത്ത കുട്ടി വേണ്ടാന്ന് പറയുള്ളൂ. കാരണം അവന്റെ മനസ്സിലൊരു ചെറിയൊരു ചിന്തയുണ്ട്, എന്ത്? സിഗരറ്റ് വലിക്കുന്നത് മോശമാണെന്ന് അവനറിയാം. പക്ഷെ നിർബന്ധത്തിൽ അവൻ വീഴും, അല്ലെ? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പരാജയപ്പെടുന്ന ഒരു സ്റ്റേജാണ് നോ പറയാനുള്ള ബുദ്ധിമുട്ട്, അല്ലെ? നിങ്ങളൊക്കെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് അറിയാം, എവിടെയൊക്കെ നിങ്ങൾ ആലോചിക്കുക നോ പറയാൻ പറ്റാതെ ഓരോ കെണികളിലും നമ്മൾ പെട്ടിട്ടുള്ളത്, അല്ലെ? ഈ നിങ്ങളുടെ ഈ കഴിഞ്ഞൊരു കാലഘട്ടം അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് തോന്നും, ഞാൻ അന്നൊരു നോ പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെ, നോ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു അപകടം ഉണ്ടായേനില്ല, അല്ലെ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? എല്ലാവരുടെ ജീവിതത്തിലുണ്ടാവും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് നോ പറയാനാണ്. ശക്തമായിട്ടുള്ള നോകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം അപകടത്തിൽ നിന്നും നമ്മുടെ മക്കൾക്ക് രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ ഇവിടെ അവർക്ക് സാധിക്കില്ല. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരാ? കൂട്ടുകാരനാണ്. നേരത്തെ നമ്മൾ കഥകളിൽ പറഞ്ഞ പോലെ ഒരു കൂട്ടുകാരനെ കിട്ടിയാൽ മതി. ഡ്രഗ് മാഫിയയ്ക്കൊക്കെ ഒരൊറ്റ കൂട്ടുകാരനെ കിട്ടിയാൽ മതി. ആ ഒരു കൂട്ടുകാരനെ വെച്ച് അവർ ആ ചങ്ങല വലുതാക്കി നമുക്കൊന്നും തൊടാൻ പറ്റാത്തത്ര വലുതാക്കും. അപ്പൊ സിഗരറ്റിന്റെ കാര്യം പറഞ്ഞു, 4 പേരുള്ള ഒരു കൂട്ടുകെട്ടിലേക്ക് ഒരു കൂട്ടുകാരൻ വരികയാണ്, അവനോട് സിഗരറ്റ് വലിക്കാൻ പറയാണ്. സ്വാഭാവികമായിട്ടും അവൻ പറയുന്ന വാചകാണ്, എനിക്ക് വേണ്ട. അപ്പൊ ഇവന്റെ ചോദ്യമുണ്ട്, എന്താണ് ചോദിക്കുക അവൻ? എനിക്ക് വേണ്ടിട്ട്, അല്ലെ, എനിക്ക് വേണ്ടിട്ട് ഒരു പഫ് എടുക്കാൻ നിനക്ക് പറ്റൂ? വേറെ ഒന്നും നീ ചെയ്യണ്ട, നീ വലിക്കും വേണ്ട, നീ സ്ഥിരം വലിക്കും വേണ്ട, എനിക്ക് വേണ്ടിയിട്ട് ഒരു പഫ് എടുക്കാൻ നിനക്ക് പറ്റൂ? ഇതാണ് ചോദ്യം.
മെജോറിറ്റി കുട്ടികളും ഈ ചോദ്യത്തിൽ വീഴും. അല്ലെ? ആ ഒരു ചോദ്യത്തിന് തരണം ചെയ്യാനുള്ള ശക്തി നമ്മുടെ മക്കൾക്ക് ഇല്ല. കാരണം എന്താ? നോ പറയാൻ അറിയില്ല. നോ പറഞ്ഞാൽ തന്നെ അതിൽ ധൈര്യമായിട്ട് പിടിച്ചേക്കാനുള്ള ശക്തി അവർക്കില്ല. വീണ്ടും വീണ്ടും ഇവര് നിർബന്ധിച്ചോണ്ടിരിക്കുക. അവൻ പിടിച്ചെന്നു അല്ലെ, എനിക്ക് വേണ്ട, ഡ്രഗ്സ് പൊട്ടിയാണ്, എനിക്ക് താല്പര്യമില്ല. വീണ്ടും അവൻ ചോദിക്കുമ്പോ ഇവൻ ചോദിച്ച ചോദ്യമല്ല, എനിക്ക് വേണ്ടിയിട്ട്. രണ്ടാമത്തെ പക്ഷം ഇവര് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവരോട് ചോദ്യങ്ങൾ, നീ ആണാണോ അല്ലെ, നീ മീശ വെച്ച് നടന്നിട്ട് നീ ആണാണോ, നീ പോയി നീ വല്ല പെണ്ണാന്ന് പറഞ്ഞു നടക്കടാ, ആണ്, ഇങ്ങനെയൊക്കെ ചോദിക്കുക. ഇവനെ അങ്ങോട്ട് മറ്റേ ഹൃദയം അങ്ങോട്ട് തകർക്കുന്നുണ്ട് അല്ലെ. സ്വാഭാവികമായിട്ടും നമ്മുടെ മക്കള് അതിൽ വീഴും. അവിടെയും പിടിച്ചു എന്ന് വിചാരിക്കുക. ഇവര് പിന്നെ ചെയ്യുന്ന ഇവനെ കൂട്ടത്തിൽ കൂട്ടില്ല, ഇവനെ പതുക്കെ ഒഴിവാക്കി കൊടുത്തു. ഇത്ര നിങ്ങളൊന്ന് ആലോചിക്കുക. ഇത്തരം കൂടി ആവുമ്പോ നമ്മുടെ മക്കളെ വീഴാതിരിക്കുമോ? കഴിഞ്ഞു. നമ്മുടെ മക്കളുടെ മാക്സിമം ആണ്. അവൻ പിടിച്ചു നിന്ന 4 സ്റ്റേജുകൾ കടന്ന് 4ാമത്തെ സ്റ്റേജില് അവനെ ഒഴിവാക്കപ്പെടുമ്പോ സ്വാഭാവികമായിട്ടും അവൻ പറയുന്ന ആ ഒരു പഫ് എന്നുള്ള അല്ലെ, ഒരു സിഗരറ്റിന്റെ 2 or 3 പഫ് എടുക്കാൻ അവൻ നിർബന്ധിതനായി. സ്വാഭാവികമായിട്ടും അവൻ ആ 2 ചുമച്ചാലും അതിന്റെ സുഖം അവന് കിട്ടി. പിന്നെ അവൻ വലിക്കാതിരിക്കുമോ? അപ്പൊ നമ്മൾ നമ്മുടെ മക്കൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം? നോ പറയാൻ പഠിപ്പിച്ചു കൊടുക്കണം. ഈ നോ പറയാൻ മാത്രം പഠിപ്പിച്ചു കൊടുത്താൽ മതിയോ? ഇവന്റെ അടുത്തൊരു മറുചോദ്യം ചോദിക്കണ്ടേ? അല്ലെങ്കിൽ ഇവനെ ലോക്കാക്കും. ഇവനോട് എന്ത് ചോദിക്കണം? എനിക്ക് വേണ്ടിട്ട്, നീ ഇപ്പൊ ഇത്ര വർഷമായിട്ട് സിഗരറ്റ് വലിക്കുന്നല്ലേ, എനിക്ക് വേണ്ടിട്ട് 1 മാസം നിനക്ക് സിഗരറ്റ് വലി നിർത്താൻ പറ്റുമോ? സ്വാഭാവികമായിട്ട് ഈ കൂട്ടുകാർ എന്ത് പറയും? പറ്റില്ല. ഇവനപ്പൊ ധൈര്യമായിട്ട് ഇവരോട് ചോദിക്കാം അല്ലെ, നിനക്ക് 1 മാസം പോലും നിർത്താൻ പറ്റാത്ത ഈ സിഗരറ്റാണ് നീ എന്നോട് വലിക്കാൻ പറയുന്നത് അല്ലെ, ഞാൻ നിന്റെ കൂട്ടുകാരനല്ലേ, നിനക്ക് നിർത്താൻ പോലും പറ്റുന്നില്ല, എന്നിട്ടാണോ നീ എന്നോട് പറയുന്നത്? ചോദിക്കുന്നോട് കൂടി അവന്മാരുടെ കൊമ്പോട് ഒടിഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മളെ മക്കളെ നോ പറയാനും ചോദ്യം ചെയ്യാനും പഠിപ്പിച്ചു. ഈ പറഞ്ഞ കഥയില് നാളെ നമ്മുടെ ഒരു മോന്റെ മുമ്പിലേക്ക് ഒരു സിഗരറ്റ് കൊണ്ടൊരുത്തം വന്നു കഴിഞ്ഞാ അവൻ വലിക്കോ? അല്ലെ, അവൻ നോ പറയും. അവന് മറ്റേത് നോ പൊട്ടാന്ന് മാത്രം അറിയുള്ളൂ. അതിനെങ്ങനെ അല്ലെ, ഒരു തെറ്റിനെ എങ്ങനെ തിരുത്തണം എന്ന് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച്, ഇതുപോലെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇത്രയധികം രക്ഷിതാക്കളുണ്ട്, 40 പേര് ഇതിലുണ്ട്. ആരെങ്കിലും ഇതുപോലെ ഒരു കഥ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഉണ്ടാവില്ല. അപൂർവം ആരെങ്കിലും ഉണ്ടെങ്കിലുള്ളൂ. നമ്മുടെ അച്ഛനമ്മമാർക്ക് അറിയുന്നില്ല. കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ. ഞങ്ങളും ഇപ്പോഴാണ് ഇത് പഠിച്ചത്. ഞങ്ങളും ഇത് പഠിച്ച് ഇതിനു വേണ്ടി ഓടി നടക്കണ്. ഞങ്ങൾ ഇങ്ങനെ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസം. അപ്പൊ നമ്മൾ ഇതിനെപ്പറ്റി പഠനം നടത്താണ്. എങ്ങനെ നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങി ചെന്ന് അവന്റെ തോളത്ത് കൈ വെച്ച് അവനോട് പറയാൻ പറ്റണം. നാളെ അവന്റെ മുമ്പിൽ ആരൊക്കെ വന്നാലും അവനെ എതിർത്ത് നിൽക്കാൻ പറ്റണം. അപ്പൊ 2 കഥകളായി, 3 കഥകളായി. ഇതുപോലെ തന്നെ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. ഇപ്പോ MDMA പോലെ ഡ്രഗ്സ്. MDMA കേട്ടിട്ടുണ്ട് ആരെങ്കിലും? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് ഇല്ല, ആരും അങ്ങനെ അറിയില്ല അല്ലെ. അതാണ് നമ്മളെ ഇതിൽ വേറൊരു അപകടം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അച്ഛനമ്മമാർക്കൊന്നും അറിയണില്ല. ഡ്രഗ്സ് എന്താന്ന് അറിയില്ല. അവർക്ക് ആകെ അറിയാം, ഒരു സിഗരറ്റ് അറിയാം, കള്ളറിയാം അല്ലെ, ചിത്തുകളാണെങ്കിൽ കറക്റ്റ് അറിയാം അല്ലെ. പിന്നെ അവർക്ക് അറിയാം ചാരായ അറിയാം, കൂടി വന്ന കഞ്ചാവ് അല്ലെ. കഞ്ചാവിന്റെ അപ്പുറത്തേക്ക് അറിവുള്ള ആൾക്കാര് കുറവാണ്. കഞ്ചാവ് അറിയില്ല എന്ന് പറയുന്ന ഒരാൾ അല്ലെ. ജോസേട്ടൻ പറയുന്നുണ്ട് കഞ്ചാവ് എനിക്ക് അറിയില്ല എന്നൊക്കെ. അപ്പോ അല്ലെ, അപ്പൊ നമ്മളെന്തായി? അപ്പൊ നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം എങ്ങനെയാന്നുള്ളത്. ഇപ്പൊ MDMA പോലെ എന്ന് പറഞ്ഞാൽ MDMA ഒന്നുമല്ല. പണ്ടൊക്കെ നമ്മൾ സ്കൂളുകളിൽ ചെല്ലുമ്പോൾ കുട്ടികൾക്ക് ഇതൊന്നും പേര് പറഞ്ഞു കൊടുക്കില്ല. ഇപ്പൊ നോക്കി ഭീഷ്മപർവ്വം സിനിമ കണ്ടു കഴിഞ്ഞാൽ അറിയാം, മൂക്കില് വലിച്ച് കേട്ടിട്ടുണ്ടാവും. കഞ്ചാവ് എന്നൊക്കെ പറഞ്ഞ് അല്ലെ, ഈ MDMA എന്നൊക്കെ പറയുമ്പോ ഒരു കൽക്കണ്ടം പോലത്തെ ഒരു പൊടിയാണ്, ഒരു കഷ്ണാണ്, മെത്ത് എന്നൊക്കെ പറയും ഇതിന്. ഇത് ഒരു ATM കിട്ടി ഇങ്ങനെ പൊടിച്ചിട്ട് ഇതുപോലൊരു കടലാസ് ഇല്ലേ, ഇങ്ങനത്തെ ഒരു കടലാസ് എടുക്കുക. ഈ കടലാസ് ഇങ്ങനെ തിരിച്ച് കണ്ടാ, ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുവരും. കണ്ടാ, ഇതുപോലെ ആക്കും. ഒരു കടലാസ് തിരിച്ചു വയ്ക്കുന്നത്. കടലാസ് അല്ല, നോട്ടിന് ഉപയോഗിക്കുക. 500-ന്റെ നോട്ട്, 2000-ന്റെ നോട്ടൊക്കെയാ, വലിയ ആൾക്കാരാ. ഇത് ഉപയോഗിച്ചിട്ട് ഈ പൊടിയാക്കി വെച്ചത് ഫോണിൽ പൊടിയാക്കി വെക്കും. അതിനുശേഷം ഇത് മൂക്കിൽ വെച്ചിട്ട് വലിച്ചു കയറ്റാണ്. മിക്ക കുട്ടികൾക്ക് ഇത് ഉപയോഗിക്കാൻ പേടിയാ. ആദ്യത്തെ പ്രാവശ്യം ഒന്നും അറിയില്ല. ഇപ്പൊ ഹോസ്റ്റലുകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ഇന്ന് സ്കൂളുകളിലേക്ക് എത്തി. ഹോസ്റ്റലിലെ കുട്ടികളിലേക്ക് ഇവരുടെ ഉദ്ദേശം എങ്ങനെയെങ്കിലും ഒരു പ്രാവശ്യം ഈ സാധനം ഈ കുട്ടിയുടെ ശരീരത്തിലേക്ക് എത്തിക്കണം. ഇതാണ് ഒരു ഉന്നം. ഇപ്പൊ പെൺകുട്ടികളൊക്കെ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ കൗൺസിലിങ്ങിനൊക്കെ നമുക്ക് കിട്ടുന്ന കൂട്ടുകാരികൾ വരും. ഇവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എക്സാമിന്റെ സമയത്തേക്ക് അവര് ഫോക്കസ് ചെയ്യുക. എക്സാം അല്ലെ, പഠിക്കാൻ അത്രയുള്ള അല്ലെ, ഇന്ന് പഠിപ്പ് കഴിഞ്ഞിട്ടുള്ളോ, തൊയിലുണ്ടാ കുട്ടികൾക്ക്. എന്റെ മോന്റെ ഇന്ന് മുടക്കാ, ട്യൂഷൻ പോയിരിക്കും, 9 മണിക്ക് പോയിട്ട് 6:30 വരുള്ളൂ. ഒരു ശനിയാഴ്ച കിട്ടിയിട്ട്
വയ്യാണ്ടായി പിള്ളേര് അല്ലെ, പഠിപ്പ് പഠിപ്പ് പഠിപ്പ്, കുട്ടികൾക്ക് തൊഴിലില്ല. അത്രയും പ്രഷറായിട്ടിരിക്കുന്ന ഒരു കുട്ടിയോട് കൂട്ടുകാരി വന്നിട്ട് പറയാണ്, എടിയെ ഒരു എനർജി, ഇത് പൊടി വെള്ളത്തിൽ കലക്കി കുടിക്കും കേട്ടോ, അത് എനർജി ഡ്രിങ്ക് വെള്ളത്തിൽ കലക്കി കുടിക്കും. ഇതൊന്നും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ മെഷീൻ ഇറങ്ങിട്ടാ, ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇവർക്ക് അറിയണില്ല എന്താ സംഭവം എന്നുള്ള അറിയണ്ടേ. അപ്പൊ കൂട്ടുകാരി വന്നിട്ട് പറയണത് ആരാ? കൂട്ടുകാരിയാണ്. അവള് പറയുന്നത് ഇതൊരു എനർജി ഡ്രിങ്ക് ആണ്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ വളരെ ആക്റ്റീവാണ്, നമുക്ക് എന്തും ചെയ്യാനുള്ള സ്റ്റാമിന ഉണ്ട്, ഡാൻസ് കളിക്കാം, പാട്ട് പാടാം, നിനക്ക് ഇനി പഠിക്കണോ, ഇതൊക്കെ ഉപയോഗിക്കാം. സെക്സ് വർക്കേഴ്സിന് ഉപയോഗിക്കും. പബ്ബുകളില്ലേ, ഈ എറണാകുളം ബാംഗ്ലൂർ പോലെയൊക്കെ പബ്ബുകളുണ്ട്, രാത്രിക്കാണ് പബ്ബ് പ്രവർത്തിക്കുക. എത്ര കള്ളു കുടിച്ചാലും കഞ്ചാവ് വലിച്ചാലും ഒന്നും ഈ MDMA യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിൽ പിടിക്കില്ല. അപ്പൊ ഇവൾക്ക് പറഞ്ഞു കൊടുക്കുന്നിട്ടാ, നിനക്ക് എക്സാമിന് ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റും, നീ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്കിയിട്ട് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ ഉപയോഗിക്കണ്ട അല്ലേ. നമുക്ക് ആർക്കെങ്കിലും നമ്മുടെ മക്കൾക്ക് ഇതിനെ പറ്റി പറഞ്ഞു കൊടുക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല, കാരണം നമുക്കറിയില്ല. ഇവിടെ എന്ത് ചെയ്തു, ഒരു ദിവസം എക്സാമിന്റെ അന്ന് ഇവളത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റം, നമ്മൾ നോർമലി സന്തോഷിക്കില്ലേ, നമ്മളിപ്പോ അല്ലെ ഓരോന്നൊക്കെ പറയുമ്പോ വട്ടത്തിൽ ചിരിക്കുക, കളിക്കുക, നമ്മുടെ തലച്ചോറിന്റെ ഉള്ളിൽ ഒരു ഡോപ്പമിൻ എന്ന് പറഞ്ഞിട്ടൊരു വസ്തു ഉണ്ട്, അതിന്റെ പ്രവർത്തനം മൂലമാണ് നമുക്ക് ഈ സന്തോഷം, ഈ വികാരങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നോർമലി ഒരു മനുഷ്യന് 25% ഇതുള്ളത്, 25ആണ് അതിന്റെ കണക്ക്. കഞ്ചാവ് പോലെ ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് അതിന്റെ അളവ് 2 ലക്ഷത്തിന്റെ അടുത്തേക്ക് കയറും. 2 ലക്ഷം ട്ടാ. ഈ സന്തോഷിക്കുന്ന ഈ കെമിക്കലിന്റെ അളവ് കൂടുന്നത് 2 ലക്ഷം. MDMA ഉപയോഗിക്കുന്ന ആൾക്ക് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, 25 ലക്ഷമാണ് ആ മാറ്റം വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിച്ചേക്ക് എത്രത്തോളം അവന്റെ ശരീരം അല്ലെ, ബ്രെയിനും ഹാർട്ടും ഒക്കെ പ്രവർത്തിക്കുകയാണ്, ആക്റ്റീവാണ്. 25 ലക്ഷം 25 തമ്മിൽ എന്തോരം വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസമാണ് കുട്ടി അറിയുന്നത്. സ്വാഭാവികമായിട്ടും ഈ സുഹൃത്ത് കൊടുക്കുമ്പോ, ഒരു പ്രാവശ്യം ഉപയോഗിക്കുമ്പോ പിന്നെ അവൾക്ക് അത് വേണ്ടെന്ന് തോന്നുന്നു. അവളെ കുറ്റം പറയാൻ പറ്റുമോ? അവള് വളരെ ആക്റ്റീവാണ്. അവളെ ജീവിതത്തിൽ പോലും ഇത്രയും സന്തോഷമായിട്ടും ഹാപ്പി ആയിട്ടും അവിടെ ഇരുന്നിട്ടില്ല. ആ കുട്ടി അത് ഉപയോഗിച്ച് കഴിഞ്ഞു. നമുക്കിത് പൊട്ടയാന്ന് മാത്രം പറഞ്ഞാൽ അവർ സമ്മതിക്കുമോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് അതിന്റെ അപകടങ്ങൾ പറഞ്ഞു കൊടുക്കണം. MDMA പോലുള്ള ഡ്രഗ് ഉപയോഗിക്കുമ്പോ ഉണ്ടാവുന്ന സംഭവം, ഈ പറയുന്ന വേരിയേഷൻ ആണ് വ്യത്യാസം. പക്ഷെ പതുക്കെ ഇത് ഉപയോഗിച്ച് തുടങ്ങും തോറും ഉണ്ടാവുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവന് അവന്റെ കൂട്ടങ്ങളിൽ കൂടാൻ പറ്റില്ല, സുഹൃത്തുക്കളുടെ ഇടയിൽ അച്ഛനമ്മമാര് ഇരിക്കുന്നിടത്ത് ഒരു TV കണ്ടിരിക്കാൻ പറ്റില്ല, അവന് പഠിക്കാൻ പറ്റില്ല, അവന് ഒന്നിലും അവന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. ദേഷ്യം, സന്തോഷം, വിഷമം, ഇതൊന്നും ഇവന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എന്താ കാര്യം? 25 നിന്ന സാധനം 25 ലക്ഷത്തിലേക്കാണ് കെമിക്കൽ കൊണ്ടുപോയത് അല്ലെ. ഈ കെമിക്കലിന്റെ ഉപയോഗം മൂലം 25 ലക്ഷത്തിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം നോർമൽ മൈൻഡിൽ അവനത് കിട്ടുമോ? അവൻ ആ ഹൈപ്പിൽ കിട്ടിയ ഒരാളാ അല്ലെ. ജിമ്മിൽ പോയി വിചാരിക്കുക, 100 കിലോ ആദ്യം നമ്മൾ പോകുമ്പോ 5 കിലോ എടുക്കുന്നത്, 100 കിലോ വെയിറ്റ് എടുക്കുന്ന ആൾക്ക് ഈ 5 കിലോ ഇട്ടിട്ട് വല്ല കാര്യമുണ്ടാ? അയാൾക്ക് അത് കൈ പൊക്കിയോണ്ട് വല്ല ഉപകാരം ഉണ്ടാ? അതേപോലെയാണ് നമ്മുടെ കുട്ടികളിൽ ഈ കെമിക്കല് പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നേക്കാളും അപകടകരമായിട്ടുള്ള സ്റ്റേജിലേക്ക് മകൻ എത്തി. അവനൊന്നിനും പറ്റുന്നില്ല, അവന് മുടി വെട്ടണ്ട, അവന് ഉറക്കില്ല, അവന്റെ ശരീരം തളർന്നു തുടങ്ങി. ഓരോ ദിവസമായും തോറും അല്ലെ, വളർന്നു വരുന്നൊരു പ്രായ അല്ലെ, ഒരു പൂവ് വിരിഞ്ഞു വരുന്ന മുട്ടിട്ട് വരുമ്പോഴേക്കും അല്ലെ, വിരിയുമ്പോഴേക്കും തണ്ടിലെ വെട്ടിക്കളയുന്ന പോലെയാണ് അവര്. ചെറിയ പ്രായത്തിൽ അവൻ അത് ഉപയോഗിച്ചു, പതുക്കെ അവൻ മാനസിക നില തെറ്റി തുടങ്ങി. അടുത്ത സ്റ്റേജാണ് മരണം. 10 വർഷത്തേക്ക് ആയുസുള്ളൂ. പല്ലുകള് ദ്രവിച്ചു തുടങ്ങി. ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് അറിയൂ. നമ്മൾ അവരോട് എന്നിട്ട് പറയുന്നത് പൊട്ടയാണെന്ന് പറയുന്നത്, പക്ഷെ കൊടുക്കുന്ന ആളെന്താ പറയുന്നത്? നല്ലതാണെന്ന് പറയുന്നത് അല്ലെ. അവ അവന്റെ നല്ല വശങ്ങളെ പറഞ്ഞു കൊടുക്കുന്നത്. നമുക്ക് ആകെ അറിയുന്ന ഒരു കാര്യമാണ്, ഉപയോഗിക്കരുത് പൊട്ട, ഉപയോഗിക്കരുത് പൊട്ട. ഇതിന്റെ അപ്പുറത്തേക്ക് വല്ല അറിയോ? ഉപയോഗിച്ച പൊട്ട. അപ്പൊ നമ്മൾ ഇതിനെ പറ്റി പഠിക്കുന്നില്ല അല്ലെ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ MDMA എന്ന് പറയുന്ന ഡ്രഗ് അങ്ങനെയാണ് വരുന്നത്. ഇപ്പൊ സിഗരറ്റിന്റെ കാര്യം പറഞ്ഞു. ഇനി ഹാൻസ് എന്ന് പറയും നമ്മള്. ഇപ്പൊ MDMA നിങ്ങൾക്ക് മനസ്സിലായി, കഞ്ചാവും ഇതൊക്കെ തന്നെയാണ്. ഇത് തന്നെയാണ് അതിന്റെ ഒരു റിസൾട്ട്. പക്ഷെ MDMA പോലെ അത്ര ആക്റ്റീവ് അല്ല. കഞ്ചാവ് വലിച്ചു കഴിഞ്ഞാൽ ഒരു ഓളം വെട്ടാണ്. പുറമെ രാജ്യങ്ങളിലൊക്കെ ഇത് ലീഗലാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, അപകടമല്ല അല്ലെ, ലീഗലാണ്. അതിന്റെ നല്ല രീതിയിൽ ഉപയോഗിക്കുമ്പോ അത് നല്ല പോലെ ഉപയോഗിക്കുന്ന രാജ്യങ്ങളുണ്ട്. നമ്മുടെ അവിടെ എന്ത് ചെയ്യും? ഡോക്ടർമാര് ട്രീറ്റ്മെന്റിന് കൊടുക്കുന്നുണ്ട്. കുട്ടികളോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മിണ്ടാറില്ല. നിങ്ങളിപ്പോ പ്രായമുള്ളവരാകുമ്പോൾ നമുക്ക് പറയാം, ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്നുണ്ട്, അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്ക് കഞ്ചാവ് പോലത്തെ അതിന്റെ ഏറ്റവും നല്ല ക്വാണ്ടിറ്റി എടുത്തിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പെയിനൊക്കെ അറിയാണ്ടിരിക്കാനാണ്. പൊടികളായിട്ടൊക്കെ കിട്ടും. പക്ഷെ നമ്മുടെ കുട്ടികളിലേക്ക് എത്തുമ്പോൾ ഇതൊക്കെ മിക്സ്ഡ് രൂപ വരുന്ന കെമിക്കൽ ചേർത്ത് കൊടുത്ത് അവന്റെ ഉപയോഗം കൂടുന്തോറും ഇവനെന്തായി, ഈ പറയുന്ന പോലെ നോർമൽ മൈൻഡിൽ ജീവിക്കാൻ ഇവന് പറ്റില്ല.
കൗൺസിലിംഗ് ഉണ്ട് കേട്ടോ. തൃശ്ശൂര് നിങ്ങളുടെ അറിവിലൊക്കെ, നിങ്ങൾക്ക് ഒരുവിധം എല്ലാവരും തൃശ്ശൂരുകാരാവുമെന്ന് വിചാരിക്കുന്നു. തൃശ്ശൂരൊക്കെ പോയി കഴിഞ്ഞാൽ വനിതാ സെല്ലുണ്ട് അവിടെ. തൃശ്ശൂർ വനിതാ സെല്ല് പോയി നമ്മൾ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൗൺസിലിംഗ് ഉണ്ട് കേട്ടോ. ഇതിലൊക്കെ ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കൗൺസിലിംഗ് ആണ്. അതിനുശേഷം ട്രീറ്റ്മെന്റ്. അപ്പൊ ആദ്യം കൗൺസിലിംഗ് എത്തിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ ട്രീറ്റ്മെന്റിനുള്ള വഴികൾ അവർ തരും കേട്ടോ. ആരും പേടിക്കുന്നു വേണം, നമുക്ക് വഴികളുണ്ട് കേട്ടോ. പക്ഷെ ബുദ്ധിമുട്ടാണ്. 3 വർഷം 2 വർഷമൊക്കെ ഉപയോഗിച്ചതിന് ശേഷം വീട്ടുകാർ പോലും ഈ MDMA പോലത്തെ ഡ്രഗൊക്കെ അറിയുള്ളൂ. അതുവരെ ഒന്നും അവർക്ക് ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇനി ഏറ്റവും നിസ്സാരമായിട്ട് പറയുന്ന ഒരു സാധനം ഹാൻഡ്സ് അല്ലെ. നമ്മൾ പറയാ ഹാൻഡ്സ് പൊട്ടയാന്ന് മാത്രമേ നമ്മളെടുത്ത് പറയാം, മക്കളെടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുള്ളൂ. നിങ്ങള് മക്കളെടുത്ത് പറയുമ്പോ ഹാൻഡ്സ് പൊട്ടാന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. മെഡിക്കൽ കോളേജിൽ ഞങ്ങള് ഇതിന്റെ പഠനമായിട്ട് ഞങ്ങൾ പോയിരുന്നു. അപ്പൊ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോയപ്പോ ഒരു ഡോക്ടർ അനുഭവം പറയാനിട്ടാ. വേറെ ഒന്നല്ല, ഒരു കുട്ടീനെ കൊണ്ടുവന്നിട്ടുണ്ട്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ രാവിലെ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ രാവിലെ എന്തെങ്കിലും ബ്രഷ് ചെയ്യുമ്പോ ഈ ബ്രഷ് കവിള് തുളഞ്ഞിട്ട് പുറത്തേക്ക് പോയി. കവിള് തുളഞ്ഞിട്ട് ബ്രഷ് പുറത്തേക്ക് പോയിട്ട് ആ ഗോളിമ്പേളായിട്ടാണ് അച്ഛനും അമ്മയും കൂടി ഇവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത്. ഡോക്ടർ നോക്കുമ്പോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ നിരന്തരമായിട്ട് ഹാൻഡ്സ് വയ്ക്കും. അപ്പൊ ഹാൻഡ്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുപ്പിച്ചില് പൊടിച്ചിട്ടുണ്ടാവും. കുപ്പിച്ചില് പൊടിച്ചിടും. വേറെ ഒന്നിനല്ല, ഈ ഹാൻഡ്സിന്റെ തരികൾ ഇവിടെ പൊട്ടിക്കഴിഞ്ഞാലേ നമ്മുടെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗമാണ് മുത്ത് അല്ലെ, ഉള്ളുഭാഗം. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം, ഞാൻ പറയുന്നത് ക്ലിയർ ആവുണ്ടാ ലിജോ ചേട്ടാ? മനസ്സിലാവുന്നുണ്ട്? എന്റെ ഭാഷ മനസ്സിലാവുന്നുണ്ടാ? കുഴപ്പമില്ല അല്ലെ? ഞാനിങ്ങനെ എല്ലാരും ഇങ്ങനെ മറുപടി ഇല്ലാത്ത അറിയില്ലല്ലോ, കുഴപ്പമില്ല. അപ്പൊ ഡോക്ടർ ഇവന്റെ അടുത്ത് ചോദിക്കുമ്പോ ഇവൻ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ അപ്പൊ ഈ ഹാൻഡ്സ് വെക്കുമ്പോ നിരന്തരം വെച്ചുകൊണ്ടിരിക്കുമ്പോ എന്ത് പറ്റും, ഇവിടെ ചെറിയ ചെറിയ പൊട്ടലുകൾ വരും. അപ്പൊ ഇത് പെട്ടെന്ന് തലയിലേക്ക് പിടിച്ച് കയറും. ഇവൻ ഹാൻഡ്സ് വെച്ച് എന്തായി അവിടെ ക്യാൻസർ വന്നു. ഈ ഭാഗം ക്യാൻസർ വന്നു. പറഞ്ഞിട്ടില്ല, ഇവൻ ചെറിയ പൊട്ടലുകളൊന്നും പുറത്ത് പറയില്ല. തീർന്നിട്ടില്ല. നമ്മൾ വിചാരിച്ചത് കഥ ഇവിടെ തീരുന്ന. ഡോക്ടറെ അടുത്ത് പോകുമ്പോ ഇവൻ എന്തോ പറയാനായിട്ട് മടിക്കുന്നുണ്ട്. ഡോക്ടർ കുറെ ചോദിച്ചതിന് ശേഷമാണ് ഇവൻ ആ സത്യം പറയുന്നത്. ഇവന്റെ പെനീസ് എന്ന് പറയുമ്പോ ആണുങ്ങള് മൂത്രം ഒഴിക്കാൻ ഉപയോഗിക്കുന്ന അവയവം. ഇത് നോക്കിയപ്പോ ഇതിന്റെ ഉള്ളില് പഴുത്തിട്ടിരിക്കുക, പഴുത്ത് ചീഞ്ഞ് ചെലം വന്നിട്ടിരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്നത്. അപ്പൊ ഡോക്ടർ ആകെ ഞെട്ടിപ്പോയി. ഈ ചെക്കൊന്നും പറയുന്നില്ല. അപ്പൊ ഡോക്ടർ ഇവരുടെ ചോദിച്ചപ്പോ പറഞ്ഞ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ വായയില് ഇത് വെച്ച് അതിന്റെ സെൻസേഷൻ നഷ്ടപ്പെട്ടപ്പോ പിന്നീട് അവൻ നോക്കിയപ്പോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗം കണ്ടത് ഈ പെനീസാണ്. അപ്പൊ ഇവൻ വെച്ചത് എവിടെയാണ്? നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഹാൻഡ്സ് കൊടുക്കുന്ന ആൾക്കാർ ഹാൻഡ്സ് കൊടുത്തു നല്ലതാന്ന് മാത്രമേ പറയുള്ളൂ, അവര് നല്ല വശങ്ങൾ മാത്രമേ പറയുള്ളൂ. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ മക്കളുടെ അടുത്ത് ഈ ഒരു അവസ്ഥ, ഇങ്ങനെ അനുഭവിച്ച ആൾക്കാരുടെ അവസ്ഥ ഒരു ഡോക്ടർ പറഞ്ഞു എന്ന് പറയുമ്പോ നമ്മുടെ മക്കൾക്ക് മനസ്സിലായി ഈ സാധനം എത്രത്തോളം അപകടമാണെന്നുള്ളത് അല്ലെ. പറയുമ്പോ നമ്മൾ ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് എനിക്ക് അറിയാവുന്ന ഒരാളെ ഇന്നലെ കൊണ്ടുപോയിട്ട് ആള് സ്ഥിരം ഹാൻഡ്സ് വയ്ക്കുന്നത്, എത്ര പറഞ്ഞാലും കേൾക്കില്ല, പ്രായമുള്ള ഒരാളാ. കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസമായിട്ട് നാവിന്റെ ഈ തുമ്പില് ഇവിടെ പൊട്ടല് വന്നു, ശലം പോലെ വന്നിട്ട് ഇപ്പൊ ഒരു പീസ് മുറിച്ചെടുത്തിട്ട് 2 സ്റ്റിച്ച് ഇട്ടുണ്ട്. ക്യാൻസറിന്റെ റിസൾട്ട് അറിയാൻ കൊടുത്തുവിട്ടിരിക്കുക. പേടിച്ചിട്ടുള്ള ആ കുടുംബം ഇരിക്കണേ. പണ്ട് പറയുമ്പോൾ ആൾക്ക് വിലയില്ല, എന്തായി അല്ലെ, ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചു. അപ്പൊ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോ കണ്ട അനുഭവങ്ങളാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അനുഭവങ്ങള് ഒരു കഥ. നിങ്ങൾക്കായാലും ഈ ഒരു സംഭവം അല്ലെ, ഞാൻ ഹാൻഡ്സ് പൊട്ടിയാന്ന് പറയണതും ഞാൻ ഈ ഒരു അനുഭവം പറയണതും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ. മറ്റേതുപോലെയല്ല, വളരെ വ്യത്യാസമാണ്. നിങ്ങളുടെ മനസ്സിലൊന്നും ഈ ഓരോ കഥകളും നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ മക്കളായിട്ട് ഞാൻ പറഞ്ഞില്ലേ, കുട്ടികളായിട്ട് സ്നേഹം ഉണ്ടാക്കാം. അച്ഛനമ്മേനേക്കാളൊക്കെ കൂടുതല് കുട്ടികളായിട്ട് ബന്ധം സ്ഥാപിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അമ്മാമിയൊക്കെ അല്ലെ, അപ്പാപ്പനും അമ്മാമിയൊക്കെയാണ് അതിന് പറ്റിയ ഏറ്റവും നല്ല സ്രോതസ്സുകൾ. നമ്മൾ സമയം മക്കൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കണം. പക്ഷെ ഒരു സമയം വരെ അവരെ ശ്രദ്ധിക്കാതെ പെട്ടെന്നൊരു ദിവസം ഓടിച്ചെന്നാൽ അവർ ഓടിക്കും. കാരണം അവരെ കയ്യിലിരിക്കുന്ന സാധനം ഈ ബോംബായിരിക്കുന്നത്. ഈ ബോംബാണ് അവരുടെ കയ്യില്. അവരുടെ ലോകം ഇതാണ്. അപ്പൊ അതിലേക്ക് കയറി ചെല്ലാൻ വളരെ പാടാ. ചെറുപ്പത്തിലേ പഠിപ്പിക്കണം, എന്നാലാണ് നമ്മൾ പറയുന്ന ആ ഒരു ബന്ധം ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ നമ്മള് ഹോസ്റ്റലിലെ കാര്യം പറഞ്ഞു, ഫ്രണ്ട്സ് വഴി പറഞ്ഞു. ഇനി നമ്മുടെ വീടുകളിൽ കുട്ടികൾ സേഫ് ആണ് അല്ല, ഒരിക്കലും അല്ല. നമ്മുടെ മക്കളെടുത്ത് പറയുമ്പോ നമ്മളെ മക്കൾ തോറ്റു പോകുന്ന വേറൊരു സിറ്റുവേഷൻ ആണ്. നമ്മുടെ ബന്ധത്തിൽ നിന്ന് തന്നെ പാപ്പന്റെ മക്കള്, പേപ്പന്റെ മക്കള് അല്ലെ, ഉപ്പാപ്പാടെ മക്കൾ എന്നൊക്കെ പറഞ്ഞ് വിരുന്നുകാരായിട്ടൊക്കെ നമ്മുടെ ബന്ധക്കാർ വരും. നമ്മുടെ ഈ കുഞ്ഞു മക്കളുടെ മുമ്പില് അല്ല, ഒരു കൂട്ടം കൂടി പുറത്തേക്കൊക്കെ പോകും. അതിലൊരാൾ സിഗരറ്റ് വലിക്കുന്നവരുണ്ടാവാം, ഒരാൾ കള്ളു കുടിക്കുന്നവരുണ്ടാവാം, കഞ്ചാവ് വലിക്കുന്നവരുണ്ടാവാം, MDMA ഉപയോഗിക്കുന്നവരുണ്ടാവാം. സ്വാഭാവികമായിട്ടും നമ്മുടെ ചേട്ടനോ ചേച്ചിയോ
അല്ലെ പാപ്പന്റെ മോനോ മാമനോ പറയുമ്പോ ഇവർക്ക് വേണ്ടാന്ന് പറയാൻ പറ്റുമോ? കാരണം എന്റെ ചേട്ടൻ ഉപയോഗിക്കുന്നുണ്ട്, ആസ് യൂഷ്വൽ ഞാനും ഉപയോഗിക്കുന്നുണ്ട്, തെറ്റില്ല. അതാണ് അവരെ മുമ്പിൽ വരിക. അപ്പൊ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഈ കഥകളോട് പറയുമ്പോ അവരെ ഒന്നുകൂടി പറഞ്ഞ് നമ്മൾ ബോധിപ്പിക്കണം. എന്ത്? നമ്മുടെ ചേട്ടന്മാരാരെങ്കിലും ഒക്കെ നിന്നോട് പറയും, നീ അച്ഛനോട് പറഞ്ഞോളോ, നീ ഉപയോഗിക്കിരിക്കട്ടെ മോനെ. കാരണം ഓൾറെഡി നമ്മൾ ഈ കഥകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടവന്, ഇതിന്റെ അപകടങ്ങള് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഈ ചേട്ടന്മാര് വരും എന്നുള്ളതും നമ്മൾ ആരോട് പറയണം? നമ്മുടെ മക്കളോട് പറയണം. സ്വാഭാവികമായിട്ട് അതും കൂടി ആവുമ്പോ നമ്മുടെ മക്കൾക്കൊക്കെ ഏകദേശം ഒരു ധാരണകൾ വരും. ഞാനൊരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട് അവരെ, നിങ്ങൾക്ക് സമയം കുറവാന്ന് പറഞ്ഞു സാർ, അപ്പൊ കഥകൾ തെറ്റാതിരിക്കാൻ. ഇതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊക്കെ പത്രം വായിക്കുന്നവരായിരിക്കാം. ഇതിന്റെ ഭീകരത ഒന്നും കൂടി ഞാൻ പറയണം, എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഒരു 6 മാസത്തിന് മുമ്പ് നമ്മൾ ന്യൂസ് നോക്കുമ്പോൾ